എല്ലാവർക്കും നമസ്കാരം. സയൻസ് പീപ്പിളിന്റെ 89ാമത്തെ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സയൻസ് പീപ്പിള് സയൻസ് പ്രൊമോട്ട് ചെയ്യുക, സയന്റിഫിക് ടെമ്പിളെ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങി ഈ സയൻസ് ടോക്ക് പരമ്പര ഇന്ന് 89ാമത്തെ പ്രഭാഷണത്തിലെത്തി നിൽക്കുകയാണ്. ഇന്നത്തെ പ്രഭാഷണം ചെയ്യുന്നത് നിങ്ങൾ പോസ്റ്റിൽ കണ്ട പോലെ ഡോക്ടർ വിനോദ് സ്കറിയാണ്. പ്രശസ്ത സയന്റിസ്റ്റ് ആണ്. ആദ്യ ഇന്ത്യൻ ജനോം സീക്വൻസ് ചെയ്ത പേരെടുത്ത അദ്ദേഹം ഇന്ന് ചെയ്യുന്നത്. ഇന്നത്തെ ടോക്ക് മോഡറേറ്റ് ചെയ്യുന്നത് ഡോക്ടർ ജലീലാണ്. ഡോക്ടർ ജലീല് ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ ഭാഗമായ നിയാസില് സയന്റിസ്റ്റാണ്, പ്രിൻസിപ്പൽ സയന്റിസ്റ്റാണ്. അദ്ദേഹം നമ്മുടെ സയൻസ് പീപ്പിളിന്റെ വേദിയിൽ നേരത്തെ പ്രഭാഷണം ചെയ്തിട്ടുണ്ട്. അതുപോലെ സയൻസ് പീപ്പിളിന്റെ എന്നത്തെയും ഒരു മെന്ററും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ച് കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെയും ഡോക്ടർ വിനോദ് സ്കറിയെയും ഈ ടോക്കിലേക്ക്, ഇന്നത്തെ പ്രഭാഷണത്തിലേക്ക് സയൻസ് പീപ്പിളിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പ്രഭാഷണം ശ്രവിക്കാൻ എത്തിയിരിക്കുന്ന നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഡോക്ടർ ജലീലിന് ഇത് ഏറ്റെടുക്കാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സയൻസ് പീപ്പിളിൻ്റെ ആദ്യകാലത്ത് ഒരു പ്രഭാഷണം എനിക്ക് നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചായിരുന്നു. ഞാൻ ബാംഗ്ലൂരിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ ഓപ്പൺ സോഴ്സ് ഫാർമ ഫൗണ്ടേഷൻ്റെ ലാബിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സയൻറ്റിസ്റ്റാണ്. ഇന്നത്തെ പ്രഭാഷണം ഡോക്ടർ വിനോദ് സ്കറിയ നിർവഹിക്കുന്നു. ഡോക്ടർ വിനോദ് സ്കറിയെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഡോക്ടർ വിനോദ് സ്കറിയ എൻ്റെ പരിചയത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ജനകീയമായി നടന്ന, ഗവൺമെന്റ് തലത്തിൽ നടന്ന ജനകീയ പ്രോഗ്രാമായിരുന്ന ഓപ്പൺ സോഴ്സ് ഡ്രഗ് ഡിസ്കവറിയുടെ ലീഡറായിട്ടായിരുന്നു ഞാൻ ഡോക്ടർ വിനോദ് സ്കറിയെ 2009 തൊട്ട് കാണാൻ തുടങ്ങിയത്. ഒരു ശാസ്ത്ര പരിപാടി വിദ്യാർത്ഥികളും പ്രൊഫസേഴ്സും ഗവേഷകരും ഇൻഡസ്ട്രിയലിസ്റ്റുകളും അതല്ലാതെ ഹൈസ്കൂൾ സ്റ്റുഡൻസ് തൊട്ട് മേലോട്ടുള്ള എല്ലാവരും ചേർന്ന് ഒരു കണ്ടുപിടുത്തത്തിന്റെ ശ്രേണി രൂപീകരിക്കുകയും അതുപയോഗിച്ച് ഇന്ത്യയിൽ ശാസ്ത്ര ഗവേഷണ രംഗത്ത് മാറ്റമുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു പരീക്ഷണം ഗവൺമെന്റ് നടത്തിയിരുന്നു. അതിന്റെ ലീഡറായിട്ടായിരുന്നു ഞാൻ ആദ്യമായി പരിചയപ്പെട്ടത്. പക്ഷെ അന്നോട്ട് കുട്ടികളായാലും ഗവേഷകരായാലും ഞങ്ങൾ പുറത്തുനിന്ന് കാണുന്നവരായാലും എനിക്ക് ഡോക്ടർ വിനോദ് സ്കറിയ ഒരു അത്ഭുതമായിരുന്നു. കാരണം ആ കാലഘട്ടത്തിൽ മെഡിക്കൽ MBBS കഴിഞ്ഞ ഒരാൾ ഡയറക്ട്ലി ക്ലിനിക്കൽ റിസർച്ചിലേക്ക് പോവുകയേ ഉണ്ടായിരുന്നുള്ളൂ. ഉണ്ടെങ്കിൽ തന്നെ ക്ലിനിക്കൽ വർക്കിലേക്ക് പോവുകയേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് അല്പമെങ്കിലും മാറ്റം വന്നത്. അന്ന് ഡോക്ടർ വിനോദ് ബയോടെക്നോളജിയുടെ അതിനൂതനമായ ഏരിയകളിൽ എത്തിപ്പെടുകയും അതിന് നേതൃത്വം വഹിക്കാൻ സാധിക്കുകയും ചെയ്തു. ഡോക്ടർ വിനോദിനെ കുറിച്ച് പറയുമ്പോൾ FRCP ആണ്, SB ആണ്, ഇന്ത്യൻ ബയോളജിസ്റ്റ് എന്നാണ് നമ്മളെല്ലാവരും പറയുന്നത്. പ്രിസിഷൻ മെഡിസിനിലും ക്ലിനിക്കൽ ജിനോമിക്സിലുമാണ് സ്പെഷ്യലൈസ് ചെയ്തത്. ഫസ്റ്റ് ഇന്ത്യൻ ജീനോം സീക്വൻസ് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഡോക്ടർ വിനോദായിരുന്നു. അത് കഴിഞ്ഞ് ശ്രീലങ്കൻ ജീനോം, മലേഷ്യൻ ജീനോം ഇവയെല്ലാം അനലൈസ് ചെയ്യുന്നതിൽ ഫസ്റ്റ് ആയിട്ട് ലീഡറായിട്ട് നിലനിന്നിരുന്നത് ഡോക്ടർ വിനോദായിരുന്നു. സിബ്ര ഫിഷിന്റെയും ഇന്ത്യൻ ജീൻ പ്രോഗ്രാമിന്റെയും നേതൃത്വ നിലയിൽ ഡോക്ടർ വിനോദ് ഉണ്ടായിരുന്നു. ഇപ്പോ ഡോക്ടർ വിനോദ് ഇന്ത്യൻ ഗവൺമെന്റിലെ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിലെ IGIB-യിൽ നിന്ന് മാറി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗവേഷക സംഘമായ വിശ്വനാഥ് ക്യാൻസർ കെയർ ഫൗണ്ടേഷന്റെ
കൺസൾട്ടന്റ് സയന്റിസ്റ്റായി ജോയിൻ ചെയ്യും, ബാംഗ്ലൂരിലേക്ക് മാറുകയും IIT കാൺപൂരിലെ അഡ്ജങ്ക് പ്രൊഫസറായി തുടരുകയും ചെയ്യുന്നുണ്ട്. ഡോക്ടർ വിനോദ് ഇന്നത്തെ പ്രഭാഷണത്തിൽ നമ്മളോട് പറയുക ജീനോമിക്സ് എത്രമാത്രം ഡയഗ്നോസിസിൽ പ്രധാനമാണ്, എങ്ങനെ ആയിരിക്കണം ഇന്റർനെറ്റിന് ശേഷമുള്ള ജീനോമിക്സിന് ശേഷമുള്ള നമ്മുടെ ആരോഗ്യരംഗം മാറി വരേണ്ടത്. അതിൽ നേതൃത്വപരമായി ഡോക്ടർ വിനോദിന് നേതൃത്വമായി നമ്മെ സഹായിക്കാൻ പറ്റുമെങ്കിൽ നമ്മെ പോലെയുള്ളവർക്ക് അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനും സാധിക്കും. ഒരു ജനകീയ ഗവേഷണ പരിപാടി എന്ന നിലയിൽ, ഒരു ജനകീയ ശാസ്ത്ര രീതി എന്ന നിലയിൽ സയൻസ് പീപ്പിളിന്റെ ഈ ഉദ്യമത്തിന് എല്ലാ ആശംസകളും. ഡോക്ടർ വിനോദ് നിങ്ങളോട് സംസാരിക്കുന്നു. ഡോക്ടർ വിനോദിന്റെ സംസാരത്തിന് ശേഷം നമുക്ക് കൃത്യമായ ഒരു ചർച്ചയാവാം. എല്ലാവരും നന്നായി ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ വിനോദ്, ഞാൻ ഹാർദവമായി ഇവിടേക്ക് സ്വാഗതം ചെയ്യും. താങ്ക് യു. ഇൻട്രഡക്ഷന് വളരെ വളരെ നന്ദി ഡോക്ടർ ജലീൽ. ഇതെൻ്റെ രണ്ടാമത്തെ സയൻസ് പീപ്പിൾ ലെക്ചറാണ്. അപ്പോൾ ഈ ലെക്ചറിൽ ഞാൻ ജിനോമിക്സും അതെങ്ങനെ ക്യാൻസർ രോഗത്തിൻ്റെ സ്ക്രീനിങ്, ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റിന് യൂസ്ഫുൾ ആയിട്ട് പരിണമിച്ചു എന്ന് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് കാര്യങ്ങൾ ഇംഗ്ലീഷിലായിരിക്കും, പക്ഷേ പറ്റുന്നിടത്തോളം ഞാൻ മലയാളത്തിൽ നടത്താൻ ശ്രമിക്കാം. ഈ സയൻസ് പീപ്പിൾ പ്രഭാഷണത്തിലേക്ക് എന്നെ ക്ഷണിച്ച ശ്രീ ഫ്രാൻസിസിനും സയൻസ് പീപ്പിളിൻ്റെ എല്ലാ മെമ്പേഴ്സിനും എൻ്റെ വളരെ നന്ദി. എൻ്റെ സ്ലൈഡ്സ് വിസിബിൾ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പം നെക്സ്റ്റ് ഒരു അരമണിക്കൂർ അഥവാ 3/4 മണിക്കൂർ ഞാൻ ജീനോമിക്സ് എങ്ങനെ ക്യാൻസർ സ്ക്രീനിങ്, ഡയഗ്നോസിസ് എന്ന് ഉപകരിക്കുന്നതിനെ പറ്റി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഈ സംസാരിക്കുന്നതിന് മുമ്പ് ഐ തിങ്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് സ്ക്രീനിങ്, അതുപോലെ എന്താണ് ഡയഗ്നോസിസ്? അപ്പോൾ ക്യാൻസറിനെ പറ്റി പറയുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ക്യാൻസർ ഒരു ദിവസത്തിൽ ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമല്ല. ഇത് വളരെ കാലങ്ങൾ കൂടിയെടുത്ത് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഇതിൽ കാരണം എന്താണെന്ന് വെച്ചാൽ, കോശങ്ങളുണ്ട്, ഹെൽത്തി സെൽസ് ഉണ്ട്. ഹെൽത്തി സെൽസിന് ചിലപ്പോൾ ചില ജനിതക വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ ജനറ്റിക് വേരിയേഷൻസ് അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ അത് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അത് നോർമൽ അല്ലാത്ത, അബ്നോർമൽ അല്ലെങ്കിൽ പ്രീ ക്യാൻസറസ് ആയിട്ടുള്ള കോശങ്ങളാവും. അപ്പോൾ ഈ പ്രീ ക്യാൻസറസ് കോശങ്ങൾ കുറേ നാളുകൾ കൂടി കൂടുതൽ ജനിതക വ്യതിയാനങ്ങൾ അക്യുമുലേറ്റ് ചെയ്യുമ്പോഴാണ് ക്യാൻസർ ആയി തീരുന്നതും. ആ ക്യാൻസർ നമ്മൾ സർജറി മുഖേനയോ ട്രീറ്റ്മെൻറ്റ് അല്ല കീമോതെറാപ്പി മുഖേനയോ റേഡിയോതെറാപ്പി മുഖേനയോ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ചില കണ്ടീഷൻസിലെങ്കിലും അത് വീണ്ടും വരികയും അതിന് റെക്കറൻസ് എന്ന് പറയുകയും ചെയ്യും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ക്യാൻസറിൻ്റെ ഡയഗ്നോസിസ് നമ്മൾ ചെയ്യുന്നത് ആ ക്യാൻസർ കണ്ടെത്താൻ പറ്റുന്ന സിംറ്റംസ് അല്ലെങ്കിൽ സൈൻസ് ഉണ്ടാകുമ്പോൾ മാത്രമാണ്. അതായത് ആ ക്യാൻസർ കോശം കൊണ്ട് നമുക്ക് ഒന്നെങ്കിൽ ഒരു ക്ലിനീഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന സമയത്താണ് അതിന് നമ്മൾ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. അതിന് മുമ്പുള്ള ഘട്ടങ്ങളിലാണ് നമ്മൾ സ്ക്രീനിങ് ചെയ്യുന്നത്. അതായത് സ്ക്രീനിങ് ചെയ്യുന്ന ഘട്ടങ്ങളിൽ നമ്മൾ ഒരു ക്യാൻസറിനെ ഡയഗ്നോസ് ചെയ്യുന്നില്ല, പക്ഷെ ക്യാൻസറിന് കാരണമായേക്കാവുന്ന പ്രീ ക്യാൻസറസ് ലീഷൻസ് ഉള്ള ആളുകളെ നമ്മൾ ഒരു ഹൈ റിസ്ക് ഗ്രൂപ്പ് ആക്കി വേർതിരിച്ച് അവരെ ഫോളോ അപ്പ് ചെയ്തും അവർക്ക് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഓഫർ ചെയ്തിട്ടുമാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുക. അപ്പോൾ ഈ സ്ക്രീനിങ്ങും ഏർലി ഡയഗ്നോസിസും തമ്മിൽ കുറച്ചധികം വ്യത്യാസങ്ങളുണ്ട്. ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അപ്പം നമ്മൾ ജനിതകത്തിനെ പറ്റിയാണ് അല്ലെങ്കിൽ ജീനോമിക്സിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജനിതക ശ്രേണി അല്ലെങ്കിൽ ജീനോം നമ്മുടെ എല്ലാ കോശങ്ങളിലും ഉണ്ട്. അപ്പോൾ ഈ എല്ലാ കോശങ്ങളിലുമുള്ള ഈ ജനിതക ശ്രേണി അപ്രോക്സിമേറ്റ്ലി 3.3 ബില്യൺ ആൽഫബറ്റ്സ് ATGC എന്ന ന്യൂക്ലിയോടൈഡ്സ് കൊണ്ടുണ്ടാക്കിയ ഒരു ജനിതക ശ്രേണിയാണ് നമുക്കുള്ളത്. ഒരു കോശത്തിനുള്ളിൽ അപ്രോക്സിമേറ്റ്ലി 3.7 ബില്യൺ ആൽഫബറ്റ്സ് ഉള്ള ഒരു ജനിതക ശ്രേണിയാണ്. ഇത് നമ്മൾ പാക്കേജ് ചെയ്ത് ക്രോമോസോം എന്ന ഒരു എന്താ പറയുക ഒരു സബ്സെല്ലുലാർ ഓർഗനലായിട്ടാണ് ഇത് പാക്കേജ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാ കോശങ്ങളിലും
നമുക്ക് ഏകദേശം 37 ട്രില്യൺ കോശങ്ങളുണ്ട്. എല്ലാ കോശങ്ങളിലും നമുക്ക് 2 കോപ്പി ഉണ്ട് ഈ ജനിതക ശ്രേണിയുടെ. നമ്മുടെ 2 പേരൻസിൽ നിന്നും നമുക്ക് കിട്ടിയ 2 കോപ്പീസാണിത്. ഈ 2 കോപ്പീസ് നമ്മുടെ എല്ലാ കോശങ്ങളിലും എക്സാക്ട്ലി സിമിലർ ആയ നേച്ചറിൽ ഇത് പാക്കേജ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജനിതക ശ്രേണി അല്ലെങ്കിൽ ജീനോം എന്താണ് ചെയ്യുന്നത്? ഈ ജനിതക ശ്രേണി നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊരു റെസിപ്പി ബുക്ക് പോലെയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഒരു കുക്ക് ബുക്ക് പോലെയാണ്. അപ്പോൾ കുക്ക് ബുക്കിൽ എന്താണുള്ളത്? ഓരോ റെസിപ്പീസ് അല്ലെങ്കിൽ ഓരോ ഭക്ഷണ പദാർത്ഥങ്ങൾ എങ്ങനെ മിക്സ് ചെയ്ത് എങ്ങനെ കുക്ക് ചെയ്ത് ഒരു ഡിഷ് ഉണ്ടാക്കാം എന്നതിന് ഉള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഒരു കുക്ക് ബുക്കിലുള്ളത്. ആ കുക്ക് ബുക്കിൽ വളരെയധികം ഇത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ റെസിപ്പീസ് ഉണ്ടാവും. ഇതുപോലെ തന്നെ ജനിതക ശ്രേണി അല്ലെങ്കിൽ ജീനോമിനുള്ളിൽ കുറച്ച് കുക്ക് ബുക്സ് ഉണ്ട്, അല്ലെങ്കിൽ റെസിപ്പീസ് ഉണ്ട്. ഈ റെസിപ്പീസ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കോശങ്ങൾക്കുള്ളിൽ ആ റെസിപ്പി ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഒരു ഡിഷിന് ഈക്വലൻ്റ് ആയിട്ടുള്ള സാധനമാണ് കോശത്തിനുള്ളിലാണ് പ്രോട്ടീൻ. ആ പ്രോട്ടീൻ കാരണമാണ് കോശങ്ങൾക്ക് ഫങ്ഷനാലിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പ്രോട്ടീൻസ് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ ജീനോമിനുള്ളത്. ഏകദേശം 25,000-ത്തിലധികം പ്രോട്ടീൻസ് ഉണ്ടാക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് ഓരോ ജീനോമിലുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള എല്ലാ കോശങ്ങളിലും ഇത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് അടങ്ങിയിരിക്കുന്നു. ഈ ഇൻസ്ട്രക്ഷൻസ് ഓൾമോസ്റ്റ് ഈക്വലൻ്റ് ആൻഡ് സിമിലർ ആണ്. നമ്മുടെ 2 പാരൻസിൽ നിന്ന് നമുക്ക് കിട്ടിയ 2 ക്രോമസോംസ് അതായത് ഓരോ പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള 2 ഇൻസ്ട്രക്ഷൻ കോപ്പീസ് നമുക്ക് ഓരോ കോശത്തിലുമുണ്ട്. അത്തരത്തിലുള്ള 37 ട്രില്യൺ കോശങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ കോശങ്ങൾക്കുള്ളിലുള്ള DNA ഈ കോശങ്ങൾക്കുള്ള മെക്കാനിസം ഉപയോഗിച്ച് ആ കോശങ്ങൾക്ക് ആവശ്യമായ ഏത് പ്രോട്ടീനാണ് ഉണ്ടാക്കേണ്ടത് എന്നതിനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ ഈ കോശങ്ങളും നമ്മുടെ ഈ ഓർഗാനിസം, നമ്മുടെ ഹ്യൂമൻ എന്ന് പറഞ്ഞ ഓർഗാനിസം ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പം ഏകദേശം 20 കൊല്ലം മുമ്പ് നമുക്ക് ഈ ജനിതക ശ്രേണി നിർണ്ണയിക്കാൻ പറ്റി, അല്ലെങ്കിൽ ജീനോം സീക്വൻസ് ചെയ്യാൻ പറ്റി. 2003-ലാണ് ഫസ്റ്റ് ഹ്യൂമൻ ഡ്രാഫ്റ്റ് ജീനോം സീക്വൻസ് ചെയ്തത്. മൾട്ടിപ്പിൾ കൺട്രീസ്, വളരെയധികം ശാസ്ത്രജ്ഞന്മാർ ഉൾപ്പെട്ടുള്ള ഒരു അന്താരാഷ്ട്ര പ്രോഗ്രാം ആയിരുന്നു ഇത്. ഏകദേശം 3 ബില്യൺ ആൽഫബറ്റ്സ് ഈ പ്രോഗ്രാം അസംബിൾ ചെയ്ത് ഇതൊരു ഡ്രാഫ്റ്റ് ജീനോമായിട്ട് ഹ്യൂമൻ കൈൻഡിന് വേണ്ടിയിട്ട് പബ്ലിഷ് ചെയ്തു. ഇതൊരു വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോഗ്രാം കൂടിയായിരുന്നു. ഈ പ്രോഗ്രാമിന് അപ്രോക്സിമേറ്റ്ലി 3 ബില്യൺ അല്ലെങ്കിൽ 2.7 ബില്യൺ US$ ചെലവായി എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജനിതക ശ്രേണി അല്ലെങ്കിൽ ഈ റെഫറൻസ് ജീനോം എന്ന് പറയുന്നത് ഒരു നോർമൽ ജീനോം അല്ല. ഇതൊരു സെറ്റ് ഓഫ് ആളുകളുടെ ജീനോം നിന്ന് തിരിഞ്ഞ ഒരു കൺസെൻസസ് ജീനോമാണ്. ഈ റെഫറൻസ് ജീനോം എന്ന് പറഞ്ഞൊരു മനുഷ്യന്റെ ജീനോം എന്ന് പറയാൻ പറ്റില്ല. വളരെയധികം ആളുകളുടെ കോമൺ ആയിട്ടുള്ള ഒരു കൺസെൻസസ് ജീനോമാണ് ഈ റെഫറൻസ് ജീനോം. അതുകൊണ്ട് തന്നെ ഇതിൽ ഈ റെഫറൻസ് ജീനോം നോർമലാണ്, അല്ലെങ്കിൽ റെഫറൻസ് ജീനോമിൽ ജനിതക വ്യതിയാനങ്ങൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ ജനിതക വ്യതിയാനങ്ങൾക്ക് രോഗം കാരണമാവില്ല എന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ കൺസെൻസസ് ഓഫ് ഹ്യൂമൻ ജീനോംസ് അവൈലബിൾ. ആൻഡ് 2 പേരെ സീക്വൻസ് ചെയ്യുകയാണെങ്കിൽ the difference between 2 people is enormously small. It's almost like 0.1%. പക്ഷേ ഒരു 3.3 ബില്യൺ ആൽഫബറ്റ്സ് ഉള്ള ഒരു ജീനോമിൽ 0.1% is also a big number. It's approximately around 3 million genetic variants. അതായത് 3 മില്യൺ ജനിതക വ്യതിയാനങ്ങൾ 2 പേരുടെ ജീനോമുകൾ തമ്മിലുണ്ടാവും. ബട്ട് ദിസ് ഇസ് എ എക്സ്ട്രീംലി സ്മോൾ നമ്പർ. മൂന്നാമത്തെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് 20 കൊല്ലത്തിനുള്ളിൽ ഈ ജീനോം സീക്വൻസ് ചെയ്യാനുള്ള കോസ്റ്റ് വളരെയധികം ഓരോ മാസങ്ങളും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഫസ്റ്റ് ജീനോം സീക്വൻസ് ചെയ്യാൻ മൾട്ടിനാഷണൽ പ്രോഗ്രാംസ് വേണ്ടി വന്നു. അപ്രോക്സിമേറ്റ്ലി $2.7 ബില്യൺ ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ ഇന്നൊരു ജീനോം ചെയ്യാൻ നമുക്ക് 20 കൊല്ലം ആവശ്യമില്ല. നമുക്ക് ഇന്ന് ലെസ് ദാൻ 24 hours നമുക്ക് ഇന്നൊരു ജീനോം സീക്വൻസ് ചെയ്യാൻ പറ്റും. ആൻഡ് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്കിതൊരു $100 കോസ്റ്റിൽ സീക്വൻസ് ചെയ്യാൻ പറ്റും എന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ലാസ്റ്റ് 20 കൊല്ലം ഉണ്ടായ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് കാരണമാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ജീനോംസ് ഇപ്പോൾ ലോകമെമ്പാടും ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ UK ഒരു 500,000 അല്ലെങ്കിൽ 500,000 5 ലക്ഷം ആളുകളുടെ ഫുൾ ജീനോമിക് ഇൻഫർമേഷൻ
പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇത് UK മാത്രമല്ല, വളരെയധികം രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് നടന്നു വരുന്നു. 500,000, 1 million ജീനോം പ്രോഗ്രാംസ് അറ്റ്ലീസ്റ്റ് ഒരു ഡസൻ രാജ്യങ്ങളിലെങ്കിലും ഇപ്പോഴും നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് രണ്ട് തരത്തിലുള്ള ജനിതക വ്യതിയാനങ്ങളുണ്ട്. ഒരു തരത്തിലുള്ള ജനിതക വ്യതിയാനം എന്ന് പറഞ്ഞാൽ ഇതിന് ജേം ലൈൻ എന്ന് പറയുന്നു. അതായത് നമുക്കിത് ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടിയിട്ടുള്ളതാണ്. നമ്മുടെ പേരൻസിൽ നിന്ന് സ്പേമും ഓവമും ഫ്യൂസ് ചെയ്തിട്ടുണ്ടാവുന്ന എംബ്രിയോയിൽ sperm contributes to half and ovum contributes to half of your genome complement, അല്ലെങ്കിൽ 1 copy of your chromosome. അപ്പോൾ ഈ 1 കോപ്പിയിൽ ഉള്ള ജനിതക വ്യതിയാനങ്ങൾ therefore is available to you in the embryo. ഒരു സെൽ സ്റ്റേജിൽ നിന്ന് ഒരു ഫുൾ 37 ട്രില്യൺ സെൽസ് ആകുമ്പോൾ അതിൽ ഓരോ സെല്ലിലും അതേ സെയിം കോപ്പി ഓഫ് ജനിതക വ്യതിയാനമാണത്. അതുകൊണ്ട് നമുക്കതിന് ജേം ലൈൻ വേരിയൻ്റ് എന്ന് പറയുന്നു. ഇതുപോലെ തന്നെ ഒരു ഹ്യൂമൻ സ്പേംസും ഓവവും ഉണ്ടാക്കുമ്പോൾ ഇതേ ജനിതക വ്യതിയാനങ്ങൾ അടുത്ത തലമുറയിലേക്കും കൈമാറപ്പെടും. അതുകൊണ്ട് ദിസ് ഇസ് ലൈക്ക് എ കണ്ടിന്യൂസ് പ്രോസസ് ഓൾ ടുഗദർ. ഇതല്ലാതെ ജേം ലൈൻ അല്ലാതെ നമ്മുടെ കോശങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അത് കാരണം ഉണ്ടാവുന്ന ചെറിയ തെറ്റുകൾ കാരണം വ്യതിയാനങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതിനെ നമ്മൾ സൊമാറ്റിക് വേരിയേഷൻ പറയും. അപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലെ സെല്ലിനെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്കൊരു വ്യതിയാനം ഉണ്ടായെന്ന് വിചാരിച്ചു. അതൊരു സൊമാറ്റിക് വേരിയൻ്റ് ആണ്. കാരണം ബാക്കി സെൽസിലൊന്നും അതില്ല, സ്കിൻ മാത്രം ഉള്ള സെൽസിലാണ് അതുള്ളത്. അതുകൊണ്ട് ആ സ്കിൻ സെൽസിൽ ഉണ്ടാകുന്ന ജനിതക വ്യതിയാനങ്ങൾ നമ്മൾ അടുത്ത തലമുറയിലേക്ക് കൈമാറപ്പെടുന്നില്ല. അതായത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല ടു ദ നെക്സ്റ്റ് ജനറേഷൻ ഇൻ മോസ്റ്റ് കേസസ് ഓഫ് കോഴ്സ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എംബ്രിയോ ഡിവൈഡ് ചെയ്യുമ്പോൾ ഏർലി എംബ്രിയോജെൻസിസിൽ ഉണ്ടാകുന്ന ജനിതക വ്യതിയാനങ്ങൾ ചിലതെങ്കിലും നമുക്ക് അടുത്ത തലമുറയിലേക്ക് കൈമാറപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ ദാറ്റ് ഇസ് എക്സെപ്ഷൻ. ഇൻ മോസ്റ്റ് കേസസ് ദ സൊമാറ്റിക് ജനറ്റിക് വേരിയേഷൻസ് ആർ നോട്ട് ട്രാൻസ്മിറ്റഡ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ. ഞാൻ ഈ സൊമാറ്റിക് ജനറ്റിക് വ്യതിയാനങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നു എന്നതിനെ പറ്റി കുറച്ച് സ്ലൈഡ്സിന് ശേഷം ഞാൻ സംസാരിക്കാം. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചാൽ ജനിതക വ്യതിയാനങ്ങൾ, നമ്മൾ ജേം ലൈൻ ജനറ്റിക് വേരിയേഷൻ എന്ന് പറയുന്ന ജനിതക വ്യതിയാനങ്ങൾ നമ്മളുടെ പേരൻസിൽ നിന്ന് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തതാണ്. അതേ ജനിതക വ്യതിയാനങ്ങൾ നമ്മൾ അടുത്ത തലമുറയിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പം ഇതിനിടയ്ക്കുള്ള കാലഘട്ടങ്ങൾ നമ്മളുടെ ജനനം തൊട്ട് മരണം വരെ ഈ ജനിതക വ്യതിയാനങ്ങൾ പ്രത്യേകിച്ചും കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കുന്നു. കാരണം ഇത് നമ്മുടെ എല്ലാ കോശങ്ങളിലും ഉള്ള ജനിതക അല്ലെങ്കിൽ ജീനോമിക് മെറ്റീരിയലിൽ ഉള്ള ജനിതക വ്യതിയാനങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ജനനം തൊട്ട് മരണം വരെ ഇത് നമ്മളുടെ കോശങ്ങൾക്കുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് വളരെയധികം ആപ്ലിക്കേഷൻസ് ഉണ്ട്. ക്യാൻസറിൽ പ്രത്യേകിച്ചും ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ക്യാൻസർ കാരണമാകുന്ന ചില ജനിതക വ്യതിയാനങ്ങളും ജനിതക ഡിസോർഡേഴ്സും ഉണ്ട്, അല്ലെങ്കിൽ ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ട്. ഇത് നമ്മൾ ക്യാൻസർ പ്രീഡിസ്പോസിഷൻ സിൻഡ്രോംസ് എന്ന് പറയുന്നു. അതായത് ഈ ജനിതക അല്ലെങ്കിൽ ജനറ്റിക് ഡിസീസസ് കാരണം ആളുകൾക്ക് പലതരത്തിലുള്ള ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇത്തരത്തിലുള്ള ക്യാൻസർ പ്രീഡിസ്പോസിഷൻ സിൻഡ്രോംസ് ഉണ്ടാകാൻ കാരണമായ ജനിതക വ്യതിയാനങ്ങൾ നമ്മൾ ഫെമിലിയലായിട്ട് ഇൻഹെറിറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഇത്തരത്തിലുള്ള ഫെമിലിയൽ ഇൻഹെറിറ്റൻസ് കാരണം ഇത് ജേം ലൈൻ ജനറ്റിക് വേരിയൻസ് ആയതുകൊണ്ടും ഒരാളുടെ ജീനോം സീക്വൻസ് ചെയ്താൽ നമുക്കിത് കണ്ടുവെത്താൻ പറ്റും. കണ്ടെത്തിയാൽ നമുക്ക് അയാൾക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാക്കുന്നത് കൊണ്ട് ഏത് ഓർഗനിലാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏത് ഓർഗനിലായ ഇത് രണ്ടും കൊണ്ട് നമുക്ക് അയാളെ ഒരു ഹൈ റിസ്ക് ഗ്രൂപ്പിലാക്കുവാനും ആ ഹൈ റിസ്ക് ഗ്രൂപ്പിലുള്ള ആളെ റുട്ടീൻ മോണിറ്ററിങ് അല്ലെങ്കിൽ ഹൈ റിസ്ക് സ്ക്രീനിങ് വഴി നമുക്ക് ഏർലി ഡയഗ്നോസിസിലെത്താനും പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. നമ്മൾ കേട്ടിട്ടുണ്ട് BRCA1, BRCA2 അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ 1, ബ്രസ്റ്റ് ക്യാൻസർ 2. ഈ രണ്ട് ജീന് ഹെറിഡിറ്ററി ബ്രസ്റ്റ് ആൻഡ് ഒവേറിയൻ ക്യാൻസർ എന്നൊരു ജനറ്റിക് ഡിസീസ് ഉണ്ടാക്കുന്ന ജനിതക വ്യതിയാനങ്ങളാണ്, ജീൻസ് ആണ്. ഈ ജീൻസിനുള്ളിലുള്ള ജനിതക വ്യതിയാനങ്ങളാണ് ഹെറിഡിറ്ററി ബ്രസ്റ്റ് ആൻഡ് ഒവേറിയൻ ക്യാൻസർ കാരണം. വളരെ പ്രെവലൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണിത്. ഏകദേശം 200-ൽ ഒരാൾക്ക് ഇത്തരത്തിലുള്ള ജനിതക വ്യതിയാനങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ജനിതക വ്യതിയാനങ്ങളുള്ള ആളുകളുടെ ഫാമിലിയിൽ ബ്രസ്റ്റ്, ഒവേറിയൻ, പ്രോസ്റ്റേറ്റ് അല്ലെങ്കിൽ പാൻക്രിയാറ്റിക് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തേത് നമുക്ക് ആലോചിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഞാൻ പറഞ്ഞു ജനിതക വ്യതിയാനങ്ങൾ കൊണ്ട് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഏകദേശം 10-ൽ ഒരാൾക്ക് അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടായ ആളുകളിൽ 10-ൽ ഒരാൾക്ക് ഇത്തരത്തിലുള്ള ജനിതക വ്യതിയാനങ്ങൾ കണ്ടെത്താറുണ്ട്.
അതായത് 10 ക്യാൻസർ പേഷ്യൻസിനെ നമ്മൾ അവരുടെ ജിനോം സീക്വൻസ് ചെയ്യുകയാണെങ്കിൽ അതിൽ 10-ൽ ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഹെറിഡിറ്ററി അല്ലെങ്കിൽ ജേർമലൈൻ ജനറ്റിക് വേരിയേഷൻസ് കണ്ടെത്താനുള്ള സാധ്യതയുണ്ട്. ചില ക്യാൻസറെങ്കിലും ഇല്ല. ഫോർ എക്സാമ്പിൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഒവേറിയൻ ക്യാൻസർ നോക്കുകയാണെങ്കിൽ 5-ൽ ഒരാൾക്ക് ഒവേറിയൻ ക്യാൻസർ വന്ന 5-ൽ ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഹെറിറ്റബിൾ ജനറ്റിക് വേരിയേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ക്യാൻസർ ഉള്ള ആളുകളിൽ ഇത്തരത്തിലുള്ള ജനിതക വ്യതിയാനങ്ങൾ കണ്ടെത്താനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ചില ക്ലിനീഷ്യൻസ് എങ്കിലും ക്യാൻസർ ഉള്ള എല്ലാ ആളുകൾക്കും ജേർമലൈൻ അല്ലെങ്കിൽ ഹെറിറ്ററി ക്യാൻസർ സ്ക്രീനിങ് ടെസ്റ്റ് ചിലപ്പോൾ ചില സ്ഥലങ്ങളിലെങ്കിലും കൊടുക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ക്യാൻസർ കണ്ടെത്തിയാൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആളുകൾക്ക് ഈ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഫോർ എക്സാമ്പിൾ BRCA1 BRCA2 ജനിതക വ്യതിയാനങ്ങളുള്ള ആൾക്ക് ഏകദേശം 50 തൊട്ട് 80% വരെ ലൈഫ് ടൈമിൽ ഒരു ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മോസ്റ്റ് പ്രിഡോമിനൻ്റ്ലി ബ്രസ്റ്റ് ഒവേരിയൻ ക്യാൻസേഴ്സ് ആണ്. അപ്പം ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഹൈ റിസ്ക് ഗ്രൂപ്പിൽ ആക്കുവാനും ആ ഹൈ റിസ്ക് ഗ്രൂപ്പിലുള്ള ആളുകളെ നമ്മൾ ഏർലി സ്ക്രീനിങ് ഏർലി ഡയഗ്നോസിസ് വഴി നമുക്കവരെ വേഗത്തിൽ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ വലിയ അഡ്വാൻറ്റേജ്. പക്ഷെ ഇതല്ലാതെ വേറൊരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. അഡ്വാൻറ്റേജ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ജേർമലൈൻ ജനറ്റിക് വേരിയേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ എക്സ്റ്റെൻഡഡ് ഫാമിലി അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻഷിപ്പിൽ ഇത്തരത്തിലുള്ള ജനിതക വ്യതിയാനങ്ങൾ കാണാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്രോക്സിമേറ്റ്ലി ഇത് ഞാൻ ലിസ്റ്റ് ചെയ്ത ഡിസോർഡേഴ്സ് മിക്കതും ഓട്ടോസോമൽ ഡോമിനൻറ്റ് ഡിസോർഡേഴ്സ് ആണ്. അതെങ്കിൽ 2 കോപ്പിയിൽ ഒരു കോപ്പിയിലെങ്കിലും ജനിതക വ്യതിയാനം ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡിസീസസ് വരാനുള്ള സാധ്യതയുള്ള കൂട്ടത്തിലുള്ളതാണ്. അപ്പം 50% ഓഫ് ദ ഫാമിലി മെമ്പേഴ്സ് മൈറ്റ് ബിക്കം പോസിറ്റീവ് ഫോർ ദറ്റ് പെർട്ടിക്കുലർ ജനറ്റിക് വേരിയന്റ്. അപ്പം ഒരാളിൽ നിന്ന് എൻറ്റയർ ഫാമിലിയിലേക്ക് നമുക്കൊരു റിസ്ക് പ്രഡിക്ഷൻ അല്ലെങ്കിൽ സ്ക്രീനിങ് പ്രോസസ്സ് ഏകോപിപ്പിക്കാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ, ഈ ജനിതക ഡിസീസ് അല്ലാതെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിന് ഫാർമക്കോജിനോമിക്സ് എന്ന് പറയും. ഫാർമക്കോജിനോമിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന മരുന്നുകളെല്ലാം നമ്മളുടെ ബോഡി അബ്സോർബ് ചെയ്യും, മെറ്റബോളൈസ് ചെയ്യും, എക്സ്ക്രീറ്റ് ചെയ്യും. അപ്പോൾ ഈ അബ്സോർപ്ഷൻ, മെറ്റബോളിസം, എക്സ്ക്രീഷൻ ആൻഡ് ആക്ഷൻ ആർ ഓൾ ഡിറ്റർമിൻഡ് ബൈ പ്രോട്ടീൻസ്. നമ്മുടെ ഉള്ള കോശങ്ങൾക്കുള്ളിലുള്ള പ്രോട്ടീൻസ് കാരണമാണ് ഈ അബ്സോർപ്ഷൻ, മെറ്റബോളിസം, എക്സ്ക്രീഷൻ നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ജനിതക വ്യതിയാനങ്ങൾ ഇത്തരത്തിലുള്ള പ്രോട്ടീനുകളിൽ ഉണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ ഡ്രഗ് കൂടുതലോ കുറവായിട്ട് അബ്സോർബ് ചെയ്യാനും കൂടുതലോ കുറവായിട്ട് മെറ്റബലൈസ് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ എഫക്റ്റ് കൂടുതലോ കുറവോ ആകാനും സാധ്യതയുണ്ട്. ഇത് വളരെ പ്രിവലൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. ചില കണ്ടീഷൻസിലെങ്കിലും പോപ്പുലേഷനിൽ 10-ൽ ഒരാൾക്കും 20-ൽ ഒരാൾക്കും ഒക്കെ ഉണ്ടാകുന്ന കണ്ടീഷൻസ് ആണ്. ക്യാൻസർ ഡ്രഗ്സിൽ വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ക്യാൻസർ ഡ്രഗ്സിൽ വളരെയധികം ആളുകൾക്കെങ്കിലും അഡ്വേഴ്സ് ഇവൻറ്റ്സ് ഉണ്ടാവാറുണ്ട്. ഇത്തരത്തിൽ ചിലതെങ്കിലും അഡ്വേഴ്സ് ഇവൻറ്റ്സ് ജനിതക വ്യതിയാനങ്ങൾ മുഖേന സംഭവിക്കുന്നതാണ്. അതായത് ജനിതക വ്യതിയാനങ്ങളുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള അഡ്വേഴ്സ് ഇവൻറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളൊരു ജീനോം സീക്വൻസ് ചെയ്താൽ ഇത്തരത്തിലുള്ള ജനിതക വ്യതിയാനങ്ങൾ കണ്ടെത്താനും അത്തരത്തിലുള്ള ആളുകൾക്ക് അത്തരത്തിലുള്ള ഡ്രഗ് അഡ്വേഴ്സ് ഇവൻറ്റ്സ് ഉണ്ടാക്കുന്ന ഡ്രഗ് കൊടുക്കാതിരിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ ഡോസേജ് മോഡിഫൈ ചെയ്യാനും നമുക്ക് കഴിയും. അപ്പോൾ ഇതൊരു രണ്ടാമത്തെ ബിഗ്ഗസ്റ്റ് ആപ്ലിക്കേഷനാണ് ഇൻ ടേംസ് ഓഫ് ഫാർമക്കോജിനോമിക്സ്. പിന്നെ ക്യാൻസർ നോക്കുകയാണെങ്കിൽ ഇന്നുള്ള ക്ലിനിക്കൽ ഗൈഡ് ലൈൻ അനുസരിച്ച് there are around 10 drugs for which there is genetic testing available in the clinical guideline. That means that ഇത്തരത്തിലുള്ള ഡ്രഗ്സ് കൊടുക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ടെസ്റ്റിംഗ് നിർബന്ധമാക്കി ക്ലിനിക്കൽ ഗൈഡ് ലൈൻസ് ഉണ്ട്. വളരെയധികം ക്ലിനീഷ്യൻസ് ഇത് ഉപയോഗിക്കുന്നില്ല. എന്നാൽ തന്നെ ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ ഗൈഡ് ലൈൻസ് ഇത്തരത്തിലുള്ള ഡ്രഗ്സിന് ഇപ്പോൾ അവൈലബിൾ ആണ്. അറൗണ്ട് 7 ജീൻസ് അല്ലെങ്കിൽ 7 ജീൻസ് സീക്വൻസ് ചെയ്താലാണ് ഇത്തരത്തിലുള്ള ടെസ്റ്റിംഗ് നമുക്ക് നടത്താൻ പറ്റുക. ഇത് ക്യാൻസർ മാത്രമാണ്. പക്ഷേ ക്യാൻസർ അല്ലാത്ത ബാക്കി ഡ്രഗ്സും കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 100-നടുത്ത ഡ്രഗ്സിനുള്ള ഫാർമക്കോജിനോമിക് ഗൈഡ് ലൈൻസ് ഇന്ന് അവൈലബിൾ ആണ്. സോ ഞാൻ ഈ ജേർമലൈൻ വേരിയേഷൻസ് സംഹരിക്കുന്നതിന് മുമ്പ് there are 3 applications. One, to identify people who are at higher risk of developing cancer, typically in cases of familial cancer. അതായത് ഫാമിലിയൽ ആയിട്ട് ക്യാൻസർ ഉള്ള ഫാമിലീസിൽ ഇത്തരത്തിലുള്ള ജനിതക വ്യതിയാനങ്ങൾ കണ്ടെത്താൻ പറ്റും. അതിൽ കണ്ടെത്തിയാൽ അത്തരത്തിലുള്ള ജനിതക വ്യതിയാനങ്ങളുള്ള ആളുകളെ ഹൈ റിസ്ക് സ്ക്രീനിങ്ങിൽ അല്ലെങ്കിൽ ഹൈ റിസ്ക് ഗ്രൂപ്പിലാക്കാനും
അവർക്ക് വെരി ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്ക്രീനിങ് അല്ലെങ്കിൽ ഏർലി ഡയഗ്നോസിസ് ഓഫർ ചെയ്യാനും നമുക്ക് സാധിക്കും. രണ്ടാമത്തേത്, അത്തരത്തിലുള്ള ഫാമിലീസിൽ അൺഅഫക്റ്റഡ് ആയിട്ടുള്ള അപ്പാരൻ്റ്ലി നോർമൽ ആയിട്ടുള്ള ആളുകൾക്കും കൂടി ഈ ജനിതക വ്യതിയാന ടെസ്റ്റിംഗ് നമുക്ക് നടത്താൻ പറ്റും. അത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മൾ ഹൈ റിസ്ക് ഗ്രൂപ്പ് ആക്കാനും അത്തരത്തിലുള്ള ആളുകൾക്ക് ഏർലി ഡയഗ്നോസിസും സ്ക്രീനിങ്ങും ഓഫർ ചെയ്യാൻ പറ്റും. മൂന്നാമത്തേത്, ക്യാൻസർ ഉള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ജനിതക വ്യതിയാനം കാരണം അഡ്വേഴ്സ് ഇവൻറ്റ്സ് അല്ലെങ്കിൽ ടോക്സിസിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുള്ള ആളുകളെ കണ്ടെത്താനും അവർക്ക് ഡോസേജ് മോഡിഫിക്കേഷൻ കൊടുക്കാനും അല്ലെങ്കിൽ കുറച്ച് ഡ്രഗ്സ് എങ്കിലും അവോയ്ഡ് ചെയ്യാനും കഴിയും ഇത്തരത്തിലുള്ള അഡ്വേഴ്സ് ഇവൻറ്റ്സ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ആളുകൾക്ക്. അപ്പോൾ ഇതാണ് 3 ആപ്ലിക്കേഷൻസ് ജനറലി ഫോർ ഡൂയിങ് എ ജേം ലൈൻ ജിനോം. ഞാൻ ജേം ലൈൻ ജിനോം പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് സെൽസ് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ സെൽസിൽ ജനിതക വ്യതിയാനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സെൽസ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ 3.3 ബില്യൺ ATGC കോപ്പീസ് ഒരു ഫോട്ടോ കോപ്പിയർ പോലെ നമ്മൾക്കൊരു കോപ്പി ഉണ്ടാക്കണം. അങ്ങനെ കോപ്പി ഉണ്ടാക്കിയാലാണ് 2 സെൽസിനും ഒരേപോലത്തെ ജനിതക മെറ്റീരിയൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഫോട്ടോ കോപ്പി പ്രോസസ്സിൽ ചെറിയൊരു എറർ ഉണ്ട്. ഒരു വലിയ എറർ എന്ന് പറയാൻ പറ്റില്ല, വളരെ ചെറിയ എററാണ്. അപ്രോക്സിമേറ്റ്ലി 2.8 × 10⁻⁷ ബേസ് പേഴ്സ് പെർ ഡിവിഷൻ. അതായത് റഫ്ലി പറയുകയാണെങ്കിൽ ഒരു സെല്ല് 2 സെല്ലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏകദേശം 100 ജനിതക വ്യതിയാനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 3.3 ബില്യൺ ആൽഫബറ്റ്സിൽ 100 ജനിതക വ്യതിയാനം വളരെ വളരെ ചെറിയ നമ്പറാണ്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഒരു സെല്ല് 2 സെല്ലാകുമ്പോൾ ഏകദേശം 100 ജനിതക വ്യതിയാനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം. അപ്പോൾ ഈ ജനിതക വ്യതിയാനങ്ങളെല്ലാം കുഴപ്പക്കാരാണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. വളരെ മജോറിറ്റി ജനിതക വ്യതിയാനങ്ങൾക്കും യാതൊരു എഫക്റ്റും ഉണ്ടാവാറില്ല. അതുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാവാറില്ല. എന്നാലും വളരെ റെയർ സിറ്റുവേഷനിൽ, എക്സ്ട്രീംലി റെയർ സിറ്റുവേഷൻസിൽ ഇത്തരത്തിലുള്ള ജനിതക വ്യതിയാനം കൊണ്ട് ഒരു ക്യാൻസർ അല്ലെങ്കിൽ പ്രീ ക്യാൻസറസ് ആവാനുള്ള സാധ്യതയുള്ള കോശങ്ങളുണ്ട്. ഒരു സെല്ല് പ്രീ ക്യാൻസറസ് ആയാൽ ഉടനെ തന്നെ നമുക്ക് അതുകൊണ്ട് പ്രോബ്ലം ഉണ്ടാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇത്തരത്തിലുള്ള കോശങ്ങളെ കൈകാര്യം ചെയ്ത് ഇറ്റ് വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇതിലും റെയറിറ്റി ആയുള്ള ഒരു പ്രോബ്ലമാണ് ഇത്തരത്തിലുള്ള കോശങ്ങൾക്ക് അഡീഷണൽ ജനിതക വ്യതിയാനങ്ങൾ വന്ന് അതൊരു ക്യാൻസറായി മാറുകയാണ്. അതായത് ഒരു കോശം ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ജനിതക വ്യതിയാനങ്ങൾ കൊണ്ട് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ 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 ചെറുതാണ്. എന്നിരുന്നാലും I said we have around 37 trillion cells. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ജനിതക വ്യതിയാനങ്ങൾ ചിലരിലെങ്കിലും ക്യാൻസറായി മാറുന്നുണ്ട്. അപ്പം അതാണ് നമുക്ക് അറിയേണ്ട ഒരു കാര്യം. അപ്പോൾ ക്യാൻസറായി മാറുമ്പോൾ ഇതൊരു ജനിതക വ്യതിയാനം കണ്ട് ഒരു സെല്ല് ക്യാൻസറായി മാറുന്നില്ല. ജനിതക വ്യതിയാനങ്ങൾ ഓവർ ടൈം അക്യുമുലേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു സെല്ല് അബ്നോർമൽ ആവുന്നത്. അബ്നോർമൽ സെൽ പ്രീ ക്യാൻസറസ് സെല്ലാവുന്നത്, പ്രീ ക്യാൻസറസ് സെൽ ക്യാൻസറസ് സെല്ലാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു സെല്ലിൽ നിന്നുണ്ടായ ജനിതക വ്യതിയാനം ഒരു ക്യാൻസറായി ഭവിക്കാൻ കുറച്ചെങ്കിലും ടൈം അല്ലെങ്കിൽ കാലത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഏർലി ഡയഗ്നോസിസ്, ജിനോമിക്സ് ഉപയോഗിച്ചുള്ള ഏർലി ഡയഗ്നോസിസ് ഈ ജനിതക വ്യതിയാനങ്ങളെയാണ് ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് 2 തരത്തിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും. ആദ്യത്തെ തവണ ട്രാക്ക് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമുക്കൊരു പ്രീ ക്യാൻസറസ് അല്ലെങ്കിൽ ക്യാൻസറസ് ലീഷൻ നമുക്കുണ്ടെന്ന് വിചാരിക്കാം. ലൈക്ക് ഫോർ എക്സാമ്പിൾ ദ ബെസ്റ്റ് പ്രീ ക്യാൻസറസ് ലീഷൻ ഇസ് ഫോർ എക്സാമ്പിൾ ഡിസ്കളേർഡ് പാച്ച് ഇൻ സ്കിൻ. ഒരു സ്കിന്നിന് മുകളിൽ ഒരു ഡിസ്കളേർഡ് പാച്ച് ഉണ്ടെന്ന് വിചാരിക്കാം. ദാറ്റ് കുഡ് ബി എ പ്രീ ക്യാൻസറസ് ലീഷൻ. പ്രീ ക്യാൻസറസ് ലീഷൻ നമുക്ക് സ്കിന്നിൻ്റെ സീക്വൻസ് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പ്രീ ക്യാൻസറസ് ലീഷനിൽ എത്ര ജനിതക വ്യതിയാനങ്ങളുണ്ട്, എന്ത് ജനിതക വ്യതിയാനങ്ങളാണുള്ളത്. ചില കേസുകളെങ്കിലും ഈ ടിഷ്യൂ ബയോപ്സി നമ്മൾ ചെയ്യുമ്പോൾ അതൊരു ക്യാൻസറായി മാറിയിട്ടുണ്ടാവാം. അപ്പം ക്യാൻസറായി മാറിയിട്ടുണ്ടെങ്കിൽ ക്യാൻസറിന് കാരണമാകുന്ന ജനിതക വ്യതിയാനങ്ങൾ അതിന് കണ്ടെത്താൻ. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത്തരത്തിൽ ടിഷ്യൂ എടുത്ത് DNA ഐസൊലേറ്റ് ചെയ്ത് നമ്മൾ സീക്വൻസ് ചെയ്യുമ്പോൾ, വളരെ അധികം കവറേജിൽ നമ്മൾ സീക്വൻസ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഒരു സെല്ലിലോ മൾട്ടിപ്പിൾ സെൽസിലോ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ജനിതക വ്യതിയാനങ്ങൾ നമുക്ക് സീക്വൻസിൽ കണ്ടെത്താൻ പറ്റും. അതായത് 1000 സെല്ലിനോ 100 സെല്ലിനോ ഇത്തരത്തിലുള്ള ജനിതക വ്യതിയാനങ്ങൾ ഉണ്ടോ, ആ ജനിതക വ്യതിയാനങ്ങൾ നമുക്ക് അത് സീക്വൻസറിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. ഇനി രണ്ടാമതൊരു മാർഗം കൂടി ഉണ്ട് ഇത്തരത്തിലുള്ള ജനിതക വ്യതിയാനങ്ങൾ കണ്ടെത്താൻ. അതിൻ്റെ പ്രിൻസിപ്പിൾ വളരെ സിമ്പിളാണ്.
നമ്മൾക്ക് ക്യാൻസറോ അല്ലെങ്കിൽ പ്രീ ക്യാൻസറസ് ലീഷൻസ് ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള സെൽസ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള സെൽസ് ഡിവൈഡ് ചെയ്യുമ്പോൾ സെൽസ് ചില സെൽസെങ്കിലും by process of division die by itself, and when they die they release a pieces of DNA into the region around it. അതായത് ഒരു സെൽ മരിക്കുമ്പോൾ ആ സെല്ലിനുള്ളിലുള്ള DNA അതിന് അറൗണ്ട് ആയിട്ട് കിടക്കും. അത് നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ ഇവൻച്വലി വിൽ കം ടു. സോ നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ നിന്ന് നമുക്ക് ഇത്തരത്തിലുള്ള പീസസ് ഓഫ് DNA ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും. ആ പീസസ് ഓഫ് DNA നിന്ന് നമുക്ക് വെരി സ്പെസിഫിക്കലി നോക്കാൻ പറ്റും ഇത്തരത്തിലുള്ള ക്യാൻസറിന് കാരണമായ ജനിതക വ്യതിയാനങ്ങൾ ആ ടിഷ്യൂവിലുണ്ടോ. ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത്തരത്തിലുള്ള ക്യാൻസർ നമ്മുടെ ബോഡിയിൽ എവിടെയോ ഉണ്ട്, അത് നമുക്ക് വീണ്ടും പോയി കണ്ടെത്താൻ പറ്റും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മാർഗങ്ങൾക്ക് ലിക്വിഡ് ബയോപ്സി എന്ന് പറയുന്നത്. ലിക്വിഡ് ബയോപ്സി കൊണ്ട് നമുക്കൊരു ക്യാൻസർ ഏർലി ഡയഗ്നോസ് ചെയ്യാൻ പറ്റും, ഒരു ക്യാൻസർ ചിലപ്പോൾ സ്ക്രീൻ ചെയ്യാൻ പറ്റും. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷന് മുമ്പ് നമുക്ക് സ്ക്രീൻ ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള വളരെ നല്ല ആപ്ലിക്കേഷൻസ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് ക്യാൻസർ മേഖലയിൽ. രണ്ടാമത്തെ ഒരു ആപ്ലിക്കേഷൻ സൊമാറ്റിക് ജനറ്റിക് മ്യൂട്ടേഷൻസ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ക്യാൻസർ ലൈക്ക് ഫോർ എക്സാമ്പിൾ ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ ലങ് ക്യാൻസർ നമ്മൾ ടിഷ്യൂ ബയോപ്സി ചെയ്ത് സീക്വൻസ് ചെയ്താൽ അതിലുള്ള ജനിതക വ്യതിയാനങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. ചില ജനിതക വ്യതിയാനങ്ങൾ ഉള്ള ആളുകൾക്ക് ചില ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അത് ഗൈഡ് ലൈൻസ് ആയിട്ട് തന്നെ അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള മരുന്നുകൾ അത്തരത്തിലുള്ള പ്രത്യേക ജനിതക വ്യതിയാനങ്ങൾ ഉള്ള ആളുകൾക്ക് മാത്രമേ ഉപയോഗപ്രദമാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മ്യൂട്ടേഷൻസ് നമുക്ക് കണ്ടെത്തിയാൽ ഇത്തരത്തിലുള്ള ടാർഗറ്റഡ് തെറാപ്പി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വളരെയധികം ക്യാൻസേഴ്സിൽ ഇപ്പം ഇത്തരത്തിലുള്ള ടാർഗറ്റഡ് തെറാപ്പി ഗൈഡ് ലൈൻസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് ഒരു ടിഷ്യൂ നമ്മളിപ്പോൾ സീക്വൻസ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ടാർഗറ്റഡ് തെറാപ്പിക്ക് ഉപയോഗപ്രദമാകുന്ന ജനിതക വ്യതിയാനങ്ങൾ അതിലുണ്ടോ എന്ന് കണ്ടെത്തിയാൽ അത്തരത്തിലുള്ള വെരി ടാർഗറ്റ് അല്ലെങ്കിൽ പ്രിസൈസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഫോർ ലുക്കിംഗ് അറ്റ് സൊമാറ്റിക് മ്യൂട്ടേഷൻസ്. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ഫോർ ലുക്കിംഗ് അറ്റ് സൊമാറ്റിക് മ്യൂട്ടേഷൻസ് നമ്മൾക്ക് ഒരാൾക്ക് ക്യാൻസർ വന്നു. ആ ക്യാൻസർ സർജറി മുഖേനയോ റേഡിയോതെറാപ്പി മുഖേനയോ കീമോതെറാപ്പി മുഖേനയോ നമ്മൾ നീക്കിക്കളഞ്ഞു എന്ന് വിചാരിക്കാം. പക്ഷെ എന്നിരുന്നാലും ചില കോശങ്ങൾ, ക്യാൻസറസ് കോശങ്ങൾ എന്നിരുന്നാലും ഉണ്ടാവും. അത്തരത്തിലുള്ള കോശങ്ങൾ over time can accumulate new genetic mutations, and when they accumulate new genetic mutations they can either recur as a cancer or can be resistant to a particular anti-cancer drug. നമ്മൾ നേരത്തെ കൊടുത്ത ഒരു ആൻറ്റി ക്യാൻസർ തെറാപ്പിക്ക് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യാൻ ചില കോശങ്ങൾക്കെങ്കിലും കഴിയും. ഇത് വളരെ നോൺ ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. അത്തരത്തിൽ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്താൽ അത്തരത്തിലുള്ള റെസിസ്റ്റൻസ് മ്യൂട്ടേഷൻസ് വന്ന കോശങ്ങൾ ഒരു പുതിയ ക്യാൻസറായി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ടൈം പോയിന്റ്സിൽ ടിഷ്യൂസ് അല്ലെങ്കിൽ ബ്ലഡ് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള മ്യൂട്ടേഷൻസ് വരുന്നത് നമുക്ക് നേരത്തെ തന്നെ കണ്ടെത്താൻ പറ്റും. കാരണം ഇത്തരത്തിലുള്ള മ്യൂട്ടേഷൻസ് മൂന്നാണ്. അതുകൊണ്ട് ആ ഡ്രഗിന് റെസിസ്റ്റൻസ് കോസ് ചെയ്യുന്ന ജനറ്റിക് മ്യൂട്ടേഷൻസ് നമുക്ക് കണ്ടെത്താൻ പറ്റും. കണ്ടെത്തിയാൽ നമുക്ക് ഇത്തരത്തിലുള്ള റെക്കറൻസ് വെരി ഏർലി ആയിട്ട് ഡയഗ്നോസ് ചെയ്യാനും വെരി ഏർലി ആയിട്ട് ട്രീറ്റ് ചെയ്യാനും പറ്റും. ചില സിറ്റുവേഷൻസിലെങ്കിലും ഇത്തരത്തിലുള്ള റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്താൽ ഉപയോഗപ്രദമാകുന്ന വളരെയധികം മരുന്നുകളുണ്ട്. അത്തരത്തിലുള്ള മരുന്നിലേക്ക് സ്വിച്ച് ഓവർ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് ദ തേർഡ് ആപ്ലിക്കേഷൻ ഓഫ് യൂസിങ് സൊമാറ്റിക് സീക്വൻസിങ്. നൗ മുമ്പ് ഞാൻ പറഞ്ഞത് ജേർം ലൈൻ ആൻഡ് സൊമാറ്റിക് മ്യൂട്ടേഷൻസ് എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുന്നു. ഈ ജേർം ലൈനും സൊമാറ്റിക് മ്യൂട്ടേഷൻസും അല്ലാതെ ഉപയോഗപ്പെടുന്ന ഒരു പുതിയ മേഖലയാണ് ഇൻഫെക്ഷ്യസ് ഡിസീസസ്. നമ്മൾ കോവിഡിൻ്റെ സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് കോവിഡ് ജീനോം സീക്വൻസ് ചെയ്യാൻ പറ്റും. ആ സീക്വൻസ് ചെയ്താൽ നമുക്ക് കണ്ടെത്താൻ പറ്റും എത്തരത്തിലുള്ള ജനിതക വ്യതിയാനമാണ് കോവിഡിൽ സംഭവിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ക്യാൻസർ. കാരണം ക്യാൻസറിന് കാരണമാകുന്ന കുറേയധികം ഓർഗാനിസത്തിനെ നമുക്കറിയാം. ബെസ്റ്റ് എക്സാമ്പിൾസ് ആർ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. സർവൈക്കൽ ക്യാൻസറിന് കോസ് ചെയ്യുന്ന ഒരു വൈറസാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഇതുപോലെ തന്നെ ലിവർ ക്യാൻസറിന് കോസ് ചെയ്യുന്ന വൈറസുകളാണ് ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് ഹെപ്പറ്റൈറ്റിസ് സി. അതുപോലെ തന്നെ ഗോൾ ബ്ലാഡർ ക്യാൻസറിന് അല്ലെങ്കിൽ ബ്ലാഡർ ക്യാൻസറിന് കോസ് ചെയ്യുന്ന ഒരു പാരസൈറ്റാണ് ഷിസ്റ്റോസോമ. ഗ്യാസ്ട്രിക് ക്യാൻസറിന് കോസ് ചെയ്യുന്ന ഒരു ബാക്ടീരിയയാണ് ഹെലിക്കോബാക്ടർ. അതുപോലെ തന്നെ വളരെയധികം വൈറസുകൾ, ബാക്ടീരിയ, പാരസൈറ്റ്സ് നമുക്കറിയാം. ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ കാരണം ചില ക്യാൻസറിന് കാരണമാകാറുണ്ട്. അത് therefore you can use genomics to identify the pathogen
And more importantly, by identifying the pathogen, you can put these individuals on a high-risk surveillance. For example, and that is only about HPV or human papilloma virus. And human papilloma virus is a very prevalent and common virus. For human papilloma virus, cancer and പക്ഷെ ഹ്യൂമൻ പാപ്പിലോമ വൈറസിൽ ചില ജനിതക വ്യതിയാനങ്ങളുണ്ട്, അതായത് ലീനിയേജസ് ഉണ്ട്. ഇതിന് നമ്മൾ ഹൈ റിസ്ക് ലീനിയേജസ് എന്ന് പറയും. അപ്പൊ HPV അല്ലെങ്കിൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസുള്ള ഹൈ റിസ്ക് ലീനിയേജസ് ഉള്ള ഇൻഫെക്ഷൻ ഉള്ള ആളുകൾക്ക് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ HPV സ്ക്രീനിങ് ആയിട്ട് ഒരു മെത്തഡോളജി അവൈലബിൾ ഉണ്ട്. റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കൊക്കെ ഈ ടെസ്റ്റ് എടുക്കാൻ പറ്റും. ഇതൊരു RT-PCR ടെസ്റ്റാണ്. RT-PCR ടെസ്റ്റ് മുഖേന HPV ഹൈ റിസ്ക് ആണോ ലോ റിസ്ക് ആണോ എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഹൈ റിസ്ക് ആണെങ്കിൽ അവർക്ക് സർവൈക്കൽ ക്യാൻസർ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് അവരെ റുട്ടീൻ സ്ക്രീനിങ് വഴി അവർക്ക് സർവൈക്കൽ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കാൻ പറ്റാം. പക്ഷെ അവർ ഏർലി ഡയഗ്നോസിസ് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ HPV is also very interesting കാരണം HPV is a virus for which today we have a vaccine. In other words, by giving a vaccine against HPV, you can prevent HPV infection. അതുകൊണ്ട് തന്നെ റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിന് മുമ്പ് ഇത്തരത്തിലുള്ള വാക്സിൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓവർ ദ ഏജ് ഓഫ് 9 ഇത്തരത്തിൽ വാക്സിൻ കൊടുത്താൽ അവർക്ക് HPV ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാകും. ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത കുറവായാൽ അവർക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. So this is one of the best examples where you can use screening as an approach for early diagnosis and vaccine as an approach for prevention of cancer. വളരെയധികം രാജ്യങ്ങളിൽ ഇപ്പോൾ HPV വാക്സിനേഷൻ റുട്ടീനായിട്ട് അവൈലബിൾ ഉണ്ട്. ഇന്ത്യയിലും അടുത്ത കുറച്ച് കൊല്ലങ്ങൾക്കുള്ളിൽ തന്നെ റുട്ടീനായിട്ട് അവൈലബിൾ ആവാൻ സാധ്യതയുള്ള ഒരു വാക്സിനാണ് HPV വാക്സിൻ. ഞാൻ കുറച്ച് ആപ്ലിക്കേഷൻസ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദിസ് ഇസ് നോട്ട് ഓൾ ദ ആപ്ലിക്കേഷൻസ്. ഒരാളുടെ ജനനം മുതൽ നമുക്ക് റിസ്ക് അസസ്മെന്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏർലി ഡിറ്റക്ഷൻ ചെയ്യാൻ പറ്റും ബിക്കോസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വെരി സ്പെസിഫിക് സൊമാറ്റിക് മ്യൂട്ടേഷൻസ്. വളരെയധികം ക്യാൻസേഴ്സ് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും ബൈ ലുക്കിംഗ് അറ്റ് ജീനോം സീക്വൻസസ്. ആൻഡ് അത്തരത്തിലുള്ള ക്യാൻസർ ഡയഗ്നോസ് ചെയ്താൽ അവർക്ക് പ്രിസൈസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മൾ പ്രിസിഷൻ ഓങ്കോളജി എന്നൊരു ശാഖ തന്നെയുണ്ട്. ഹൗ ഡു വി യൂസ് genomic information to make very precise diagnosis and very precise treatment. പക്ഷെ ഇതല്ലാതെ തന്നെ വളരെയധികം ആപ്ലിക്കേഷൻസ് ഓങ്കോളജിയിലുണ്ട്. ഫോർ എക്സാമ്പിൾ, ക്യാൻസർ ഉള്ള ആളുകൾക്ക് മരണകാരണമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇൻഫെക്ഷൻസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് നേരത്തെ കണ്ടെത്താൻ വി ക്യാൻ യൂസ് ജീനോമിക് സീക്വൻസിങ്. ക്യാൻസർ ഉള്ള ആളുകൾക്ക് കീമോതെറാപ്പി കൊടുക്കുമ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ബ്ലഡ് ബാങ്കിൽ നമ്മൾ ബ്ലഡ് മാച്ചിങ് ചെയ്യാറുണ്ട്. പക്ഷേ റെയറായിട്ടെങ്കിലും റെയർ ബ്ലഡ് ഗ്രൂപ്പ്സ് ഉള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ബ്ലഡ് സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർക്കൊരു ജിനോമിക് ടെസ്റ്റ് മുഖേന അത്തരത്തിലുള്ള മാച്ചിങ് ബ്ലഡ് ഗ്രൂപ്പ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതിന് നമ്മൾ റെയർ ബ്ലഡ് ഗ്രൂപ്പ്സ് എന്ന് പറയും, റെയർ ബ്ലഡ് ഗ്രൂപ്പ് ബാങ്ക്സ് എന്ന് പറയും. ഇന്ത്യയിൽ വളരെ ശൈശവ ദിശയിലുള്ള ഒരു ഫീൽഡാണിത്. എന്നാലും അറ്റ്ലീസ്റ്റ് there's a lot of awareness about it. ഇതല്ലാതെ ചില ക്യാൻസറിന് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് എന്ന ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്. നമ്മുടെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മജ്ജ മാറ്റി വെക്കുമ്പോൾ we need to look at what we call as an HLA or the human leukocyte antigen locus. ഇതിലുള്ള HLA മാച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മജ്ജ മാറ്റി വെക്കുന്നത്. ഈ HLA ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ജീനോമിക് ടെസ്റ്റ് ആണ്. ഇതല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരാളുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് നമുക്കത് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ റെസിസ്റ്റൻസോ റിക്കറൻസോ ഉണ്ടാകുന്നു എന്ന് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതിനും നമ്മൾ ജിനോമിക്സ് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ അല്ലാതെ ചില പുതിയ ട്രീറ്റ്മെന്റ്സ് നമുക്ക് ഇപ്പോൾ കേൾക്കാൻ പറ്റും. കാർട്ടി തെറാപ്പി ഫോർ എക്സാമ്പിൾ. കാർട്ടി തെറാപ്പി ചെയ്യുന്നതിനും ഇത്തരത്തിലുള്ള ജനിതക ടെസ്റ്റ് വളരെ അത്യാവശ്യമായിട്ട് വന്നിരിക്കുന്നു. ഇതൊന്നുമല്ലാതെ ക്ലിനിക്കൽ ട്രയൽസിൽ നമ്മളൊരു പുതിയ ഡ്രഗ് ക്ലിനിക്കൽ ട്രയൽ ചെയ്യുകയാണെങ്കിൽ ആ ക്ലിനിക്കൽ ട്രയൽ ഏത് ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിലാണ് ഏറ്റവും ഉത്തമമാകാൻ സാധ്യതയെന്ന് നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാനും അത്തരത്തിലുള്ള ഗ്രൂപ്പ്സിൽ നമുക്ക് വെരി ടാർഗറ്റഡ് ആയിട്ട് ക്ലിനിക്കൽ ട്രയൽസ് നടത്താനുണ്ട്. അപ്പം applications of genomics is not just in diagnosis and treatment, but all throughout the treatment and much in early diagnosis and screening for cancer. അപ്പം
ഇത്തരത്തിലുള്ള ടെസ്റ്റ് ചെയ്യാൻ വളരെയധികം ടെസ്റ്റ് ഇപ്പോൾ അവൈലബിൾ ഉണ്ട്. ഇതിന് ജീൻ പാനൽസ് എന്ന് പറയും. ലൈക്ക് ഫോർ എക്സാമ്പിൾ ലങ് ക്യാൻസർ പാനൽ, ഇതിൽ EGFR, ആൽക്കറോസ് ഇത്തരത്തിലുള്ള ജീൻസ് ഉള്ള പാനൽസ് ആണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളത്. ബട്ട് വാട്ട് വി തിങ്ക് ഇസ് ദാറ്റ് വിത്ത് സീക്വൻസിങ് ബിക്കമിങ് മച്ച് ചീപ്പർ ആൻഡ് മച്ച് മോർ അഫോർഡബിൾ ആൻഡ് മച്ച് ഫാസ്റ്റർ, today you can sequence a whole genome in less than 24 hours. Eventually, all these tests will become one single test, and which is a whole genome sequencing. And whole genome sequencing affordable ആവുമ്പോൾ all this test will become just one single test, where you will do a whole genome sequencing, not just once in your lifetime, but probably multiple times in your lifetime, depending upon what your need becomes. I think I have given a broad overview of things. I can actually take questions. Thank you very much. Doubts ഉണ്ടെങ്കിൽ I will be more than happy to take. ഓക്കെ, ജലീൽ സാർ ഉണ്ടല്ലോ അല്ലേ? വളരെ നല്ല ടോക്കായിരുന്നു, വളരെ സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു. ജലീൽ സാറ് ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. സാറേ, ഒരു ചോദ്യം. അവസാനം പറഞ്ഞ പോയിന്റിൽ നമ്മൾ ജനോം സീക്വൻസിങ് നടത്തിയാൽ അതിന്റെ ടെസ്റ്റുകളെ കുറിച്ച് സാറ് പറഞ്ഞല്ലോ, ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കാം. ഇതിനെ പറ്റിയല്ലേ? ടെസ്റ്റുകളുടെ ആവശ്യം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞല്ലോ. ടെസ്റ്റുകളുടെ ആവശ്യം ഉണ്ടാവില്ല എന്നല്ലേ പറഞ്ഞത്. ഇത്തരത്തിൽ നമ്മളൊരു ഇന്ന് നമ്മൾ ഫോർ എക്സാമ്പിൾ ജനറ്റിക് റിസ്ക് അസസ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ BRCA1 BRCA2 ടെസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ജിനോം സീക്വൻസ് അല്ല ചെയ്യുന്നത്, നമ്മൾ BRCA1 BRCA2 ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. അതുപോലെ ഏർലി ഡിറ്റക്ഷൻ, നമ്മൾ ഫോർ എക്സാമ്പിൾ ലങ് ക്യാൻസറിന് ഏർലി ഡിറ്റക്ഷൻ പാനൽസ് അവൈലബിൾ ഉണ്ട്, ctDNA അല്ലെങ്കിൽ സെൽ ഫ്രീ DNA പാനൽസ് അവൈലബിൾ ഉണ്ട്. നമ്മൾ ആ ജീൻസ് മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഡയഗ്നോസിസിൽ ഫോർ എക്സാമ്പിൾ ലങ് ക്യാൻസർ അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ സർവൈക്കൽ ഒവേറിയൻ ക്യാൻസർ ഡയഗ്നോസിസിൽ നമ്മൾ ഒരു പാനൽ ഓഫ് ജീൻസ് യൂസ് ചെയ്യുന്നു. ഒവേറിയൻ ക്യാൻസർ ഐ തിങ്ക് വി ഡൂസ് അറൌണ്ട് 7 ജീൻസ്. അതേപോലെ ട്രീറ്റ്മെന്റിന് നേരത്തെ പറഞ്ഞ പോലെ വി നീഡ് ടു ലുക്ക് അറ്റ് ഓൺലി അറൌണ്ട് 7 ജീൻസ് ഫോർ ദ ട്രീറ്റ്മെന്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഈച്ച് ഓഫ് ദിസ് ടെസ്റ്റ് ഈസ് ഗോയിങ് ടു കോസ്റ്റ് മണി. BRCA1 BRCA2 ടെസ്റ്റ് ടുഡേ ഇസ് അപ്രോക്സിമേറ്റ്ലി അറൌണ്ട് 15,000 rupees. അതേപോലെ ഏർലി ഡിറ്റക്ഷൻ ലിക്വിഡ് ബയോപ്സി ലങ് ക്യാൻസർ കുഡ് ബി അപ്രോക്സിമേറ്റ്ലി അറൌണ്ട് 25,000-30,000 rupees. മോളിക്കുലർ ഡയഗ്നോസിസ് ടാർഗറ്റഡ് തെറപ്പിയിലുള്ള ടെസ്റ്റ് വുഡ് ബി ഇൻ ദ സെയിം റേഞ്ച്, tens of thousands of rupees. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഇന്ന് ഇതൊക്കെ വെവ്വേറെ ടെസ്റ്റുകളാണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ HLA നമ്മൾ ചെയ്യുകയാണെങ്കിൽ ടുഡേ ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി അറൌണ്ട് 7,000 to 10,000 rupees. അപ്പോൾ ഇതെല്ലാം വെവ്വേറെ ടെസ്റ്റുകളാണ് ഇപ്പോൾ. പക്ഷെ ഇതെല്ലാം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ജിനോമിനുള്ളിലുള്ള വളരെ സ്പെസിഫിക്കറ്റ് ആയിട്ടുള്ള ജനറ്റിക് വേരിയേഷൻസ് ആണ് ഈ ടെസ്റ്റ് വഴി കണ്ടെത്തുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ജിനോം സീക്വൻസിങ് കോസ്റ്റ് വളരെ കുറഞ്ഞു വരുമ്പോൾ, ഞാൻ പറഞ്ഞു ജേർമലൈൻ ടെസ്റ്റിംഗ് നമുക്ക് $100 ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ ദ ഫ്യൂച്ചർ, ഇൻ ഫ്യൂ മന്ത്സ് ഫ്രം നൗ, അപ്പോൾ നമ്മൾ $100 ചെയ്യാൻ പറ്റുമ്പോൾ ഈ ടെസ്റ്റുകളെല്ലാം ഒരൊറ്റ ടെസ്റ്റായി മാറും. അതായത് പീപ്പിൾ വിൽ ബി ഏബിൾ ടു ഡു ജസ്റ്റ് എ ഹോൾ ജിനോം സീക്വൻസിങ്. നമുക്ക് സ്ക്രീനിങ് ചെയ്യണം, we will do a whole genome sequencing, കാരണം it will become cheaper than a BRCA1 BRCA2 test. നമുക്ക് മോളിക്കുലർ ഡയഗ്നോസിസ് ചെയ്യണം, നമ്മൾ 3-4 ടെസ്റ്റ് ഉപയോഗിക്കുന്നതിന് പകരം we do just do one single test which is a whole genome test. അപ്പം നമ്മളിങ്ങനെ ഒരു ഹോൾ ജിനോം ടെസ്റ്റ് ചെയ്താൽ ദെൻ ഈ HLA നമ്മൾ വേറെ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ബ്ലഡ് ഗ്രൂപ്പിന് വേറെ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി ജിനോം സീക്വൻസ് ചെയ്ത് കഴിഞ്ഞു. ആ സീക്വൻസ് ചെയ്ത ജീനോമിൽ നിന്ന് നമുക്ക് ഈ ജനിതക വ്യതിയാനങ്ങൾ കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് ആ ടെസ്റ്റുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് ഇവൻച്വലി ബൈ ഡൂയിങ് എ ഹോൾ ജീനോം സീക്വൻസിങ് ടെസ്റ്റ് വി വിൽ ബി ഏബിൾ ടു അവോയ്ഡ് എ ലോട്ട് ഓഫ് ടെസ്റ്റ് വിച്ച് ആർ ബീങ് റിപ്പീറ്റഡ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ, ആൻഡ് ദെർഫോർ വിൽ ബിക്കം വെരി കോസ്റ്റ് എഫക്റ്റീവ് ഇവൻച്വലി. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ സർ, താങ്ക് യു. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. Suppose you do a genome sequencing at age 30, okay, and
probably you didn't find anything, but Mm. is there any parameters that you can look at it later, or for probable changes? Can you predict? That's one question. Mm. Second question is, now people have done so many individual sequencing for maybe millions of people, right? Is there common parameters so that you can have a common treatment once you identify that sequencing for that particular group? Are there prevalent medicines now, or treatment programs? Right. Very interesting two questions. First question answer. So, for example, if you do yours or my sequence today, 3.3 billion alphabets, we sequence ചെയ്തു എന്ന് വിചാരിക്കാം. പക്ഷെ ഈ സീക്വൻസ് ചെയ്തതിൽ നിന്ന് നമുക്ക് ഇന്ന് ആക്ഷനബിൾ ആയിട്ട്, അതായത് ഒരു ക്ലിനീഷ്യന് ഉപകാരപ്പെടുന്ന ഇൻഫർമേഷൻ വളരെ വളരെ കുറച്ചാണ്. I would say at this moment it's approximately around 1,000 odd genetic variants. Okay. But this 1,000 is increasing phenomenally every year. Like 10 years ago, this was not even 50. Today it has become 1,000. Next 6 months, it might become 2,000. It is also phenomenally increasing because people are sequencing more genomes and therefore finding more clinically actionable variants. Your genome can be sequenced today, but your applicability can improve over time. Tomorrow, you might have more applicability of doing that genome. You don't need to resequence your genome. You just need to hold your genome somewhere in a server, and that can be beneficial to you tomorrow. Okay. Right? So in other words, genome is a commodity or an investment that is going to enormously appreciate over the next 30 to 40 years. Okay. Right? The investment is only once, but the return of investment is going to improve phenomenally over months to years. So that answers your question number one. Question number two was, ingane nammal genomes cheyyumbol, can it improve therapy, can it enable drug discovery, etc.? Absolutely right. So nammal cancers nokkanengil, lung cancer, first we discovered one of the targeted therapies for EGFR, epidermal growth factor receptor ennu parnja gene edire we discovered a targeted therapy. I think this is around 10 years ago now. But by sequencing more and more cancers, we identified that EGFR is also in many other cancers. And for many of such cancers today, EGFR therapy is being used. And similar for another gene called BRAF, similar for another gene called ALK. So, ഇത്തരത്തിലുള്ള ജനിതക വ്യതിയാനങ്ങൾക്കെതിരെ targeted therapies are not very specific for that particular cancer. Of course, they were discovered for that particular cancer. They were clinical trialed that for that particular cancer. But today we know that there are many more cancers that might have the genetic mutation, and therefore they will also benefit from them. Like, for example, there are new papers on pancreatic cancer with BRAF mutations. You can do a clinical trial on people with pancreatic cancer and BRAF mutations, and therefore you can treat such patients with that particular genetic mutation. So by doing more and more such cancers, you will identify very specific genetic mutations, and if there are therapies that you can build for that common mutations, then it can benefit a lot more people. And that's essentially what is happening. The number of targeted therapies in the last 10 years have improved phenomenally, right? And that's only because we are doing large numbers of genomes. Thank you. I have one more question. Sure. A lot of these things are attributed to these free radicals, or are there, you have any direct evidence that scavenging these free radicals using like vitamin C, like Linus Pauling and other things, has any evidence to prove that reductive conditions will reduce the chances for that kind of Okay, so environmental, yeah, it's absolutely right. So environmental toxic substances causing cancer or associated with cancer is known. The best example being cigarette. Right? Now, cigarette smoking, what it does. Forget those substances. I'm just saying direct inhalation of oxygen, that produces radicals, right? Right. So by minimizing or having agents, by reducing those free radicals in the system, is there any
I don't think there is any long-term beneficial effects that people have shown, because it's also very difficult to show such evidence, right? Because you need to have a case control study for an agent over a longer period of time. Because like I said, cancer is not developed overnight. It develops over a significant amount of time. Yeah. So to follow that up and do such kind of studies, you need very large number of people, because of course the effects of these molecules are also very, very small. Right. Right? They're not cancerous agents. Right. They're agents which can modulate, say for example, free radical biology or the oxidative stress in a cell. While generally it is believed such studies doesn't exist yet. Thank you. Hello, sir. Hello. Can I ask? Hello. Sir, one question. Sure, please. Sir, എൻ്റെ ഒരു ബിജു. ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ് വർക്ക് ചെയ്യുന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് എൻ്റെ ഫീൽഡ്. സ്പെഷ്യലൈസേഷൻ ഇൻ സിഗ്നൽ പ്രോസസ്സിംഗ്. ഈ സിഗ്നൽ പ്രോസസ്സിംഗ് ഒരു മെയിൻ പോർഷനാണ് ബയോമെഡിക്കൽ സിഗ്നൽ പ്രോസസ്സിംഗ്. അതിൽ ഇപ്പോൾ നടക്കുന്ന റിസർച്ച് മിക്കതും ECG, EEG, EMG, അതോടൊപ്പം ഈ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കുറേ വർക്കുകളാണ് നടക്കുന്നത്. എൻ്റെ ചോദ്യം, ഇവിടെ ഇപ്പോൾ ഈ സീക്വൻസ് ചെയ്ത് കിട്ടിയിരിക്കുന്നത് ഉപയോഗപ്പെടുത്തിയാൽ സിഗ്നൽ പ്രോസസ്സിംഗുകാർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഒന്ന്, ഒരു എഞ്ചിനീയറിനെ സംബന്ധിച്ചിടത്തോളം ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് പോലുള്ള മേഖലകളിൽ ഇത് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഒരു എഞ്ചിനീയർക്ക് കഴിയും എന്നുള്ളതാണ് അറിയുന്നത്. Now, if I make a statement that genomics is actually an engineering science, right, that would not be too far away. The reason being that, I mean, if you look at very simple things in genomics, genome sequence Cheydapal 20 years ago, one of the first questions to ask was, what are the genes and where are the genes, right? We know that there are 25,000 genes, but how do we know that there are 25,000 genes? That is largely because of methods in signal processing, where people could use sequences on the genome to figure out, okay, this looks like a gene and therefore this is likely to be a gene. And then of course, eventually people found a protein for it, etc., etc. But even before the proteins for those particular genes were found, the sequences and that identity that this is a gene in here was largely because of signal processing. So that probably explains your question on, is signal processing applicable? It is applicable. It is even more applicable today. ഓക്കെ സാർ, അതോടൊപ്പം ഇതിന് ജീനോമിക് സീക്വൻസ് നടത്തിയതിന്റെ ഡാറ്റ നമുക്ക് എങ്ങനെയാണ് അവൈലബിൾ ആവുന്നത്? അത് ഫ്രീലി അവൈലബിൾ ആണോ, അതോ നമ്മളത് ഒരു റിസർച്ചിന് വേണ്ടി നമ്മളത് പൈസ കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയിലാണോ? ഇനി അത് ഏത് ഫോർമാറ്റിലാണ് നമുക്ക് കിട്ടുക എന്നൊക്കെ അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ഓക്കെ. Now, genomic data, as you rightly imagined, is a digital data, right? There is no physical data for it. It is a digital data, and digital data encompasses ATGCs, but nobody really stores all ATGCs for everybody. But what you store is, with respect to the reference genome, how many positions are different in that particular individual. Like, for example, if I do a genome today, my data is going to be how many positions in the reference genome I have a different nucleotide. The reference genome A ആയിരുന്നു, എനിക്ക് T ആണ്. So I will keep that position to say that my genome has T. Now that means that we need to keep only around 3 million such records, not 3 billion records. We need to keep only 3 million records. Now these 3 million records are typically stored in a format which is internationally acceptable, and that is called a variant call format. The variant call format like VCF എന്ന് പറയുന്ന ഫയലില് you have the information reference genome ഏത് പൊസിഷനിൽ ഈ മനുഷ്യന് ഡിഫറൻസ് ഉണ്ട്, ആ ഡിഫറൻസ് കോൾ ചെയ്യാനുള്ള കാരണം എന്താണ്, അതിനുള്ള റീസൺ എന്താണ്. So as long as you have the VCF file, that is pretty much what you will need for understanding whether you have a genetic variant or not. Now, what is more important than the VCF file is the information on what these genetic variations do. And to do that, somebody has to go back and read publications and collect this in a very systematic machine-readable format, so that you can go with a genome and the machine will tell you, you have this variant, this paper published this particular evidence, and therefore this is actionable today, right? Now, the real big challenge anymore in genomics is not sequencing, right? Because you can sequence, and people are sequencing millions of genomes.
So the real big challenge is you need humans to read publications and put this evidence back in a machine readable format. And that is essentially where Indians can actually rule the world, just because of a very large population, right? Just because we have too many people, large number of people who can be taught how to do this. And this is unlikely to be taken over by machines, because somebody needs to read and understand the paper and say, what did the paper really say? And put this evidence back into a database that now machines can use for millions of genomes. So that becomes the biggest challenge, and that is, I think, is the biggest advantage India has. And the third are genomes available, right? So many genomes are available in public domain, but I will not say every genome is available, because each genome also comes with a personal information. Like, for example, if I want to put my genome out, right, I will also reveal a lot of information, whether I can have a disease, I might develop a pharmacogenomic variant, etc., etc. And without a legal barrier to prevent misuse, it's unlikely that this will become freely available. So at least in India, the problem is that we don't have a legal backing of misuse of genomic data. So as long as we don't have a legal backing of misuse, it's unlikely that personal genomes will become available. But in countries where such legal backing exists, like for example in the US, there's an act called the Genetic Information Non-Discrimination Act, or called the GINA, which prevents insurance by using this data and discriminating against it. Like for example, you might develop BRCA1, BRCA2 genetic variant, and therefore you have a high risk of developing breast cancer. Now, insurance should not come and tell tomorrow that you have this BRCA1, BRCA2 variant, therefore I will not give you insurance. That is not really fair, right? But today in India, since you don't have a legal backing, insurance can actually do that, and it has actually happened in the past. So until we have that legislation in place, Indian genomic data being publicly available is very unlikely. But for researchers, there are many other ways you can access the data. One last question. അതായത് ഇപ്പൊ സാർ പറഞ്ഞ എനിക്കൊരു ഫൈനൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ്. അതായത് നമ്മൾ EEGയുടെ റെക്കോർഡിംഗ് ചെയ്യുന്ന സമയത്ത്, സപ്പോസ് ഒരാൾ കോമയിൽ കിടക്കുകയാണ്, കോമയിൽ കിടക്കുന്ന ആളുടെ ഒരു EEG റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡിങ്ങിൽ പ്രത്യേകിച്ച് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ആ റെക്കോർഡ് ചെയ്യുന്ന അത്രയും വെറുതെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ എല്ലാം ഏകദേശം സെയിം ആയതുകൊണ്ട്, പലപ്പോഴും നമ്മൾ ഒരു വേരിയേഷൻ വരുന്ന സമയത്ത് മാത്രം ഉള്ള ഡേറ്റ സേവ് ചെയ്യുന്ന ഒരു കംപ്രസ്ഡ് സെൻസിങ് ടെക്നിക് എന്നാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു മെത്തേഡ്. ഏറെക്കുറെ ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ട്രില്യൻസ് ഓഫ് ഡേറ്റ ഉള്ളതിൽ നമുക്ക് അത്രയത്തിന്റെ ആവശ്യം വരുന്നില്ല. അതിനെ കംപ്രസ് ചെയ്ത് ഈ വേരിയേഷൻ എവിടെ വരുന്നു അവിടെ മാത്രം നമുക്ക് എടുക്കാമെന്നാണ് സാർ പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ഈ വേരിയേഷൻ വരുന്നില്ല എന്ന് പറയുന്ന സമയത്ത് ബാക്കിയുള്ള ഒരു കോമൺ ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഈ ജെനറ്റിക് സീക്വൻസിങ് ഒക്കെ ഏകദേശം സെയിം ആണ് എന്നാണോ? അതെ, അതല്ല പറയുന്നത്. With respect to the reference genome. So there is something called a reference genome, right? With respect to the reference. ആദ്യം പറഞ്ഞിരുന്നത് സാർ ആദ്യം പറഞ്ഞത് ആ റെഫറൻസ് ജീനോം എന്ന് പറഞ്ഞൊരു മനുഷ്യന്റെ ആണെന്ന് നിർബന്ധമില്ല. പകരം അത് റെഫറൻസ് മാത്രമാണ്, അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന വേരിയേഷന്റെ സ്റ്റഡിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണെന്ന് പറഞ്ഞത് അല്ലേ? Absolutely. It is like a kilo. ആ വേരിയേഷനെ കുറിച്ച്, അതായത് റെഫറൻസ് വൺസ് നമ്മുടെ ഇടയിലുണ്ട്, ഇനി നമ്മൾ വേരിയേഷൻ മാത്രം സ്റ്റോർ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ട്രില്യൻസ് ഓഫ് ഡേറ്റ എന്ന് പറയുന്നത് മില്യൻസ് ഓഫ് ഡേറ്റയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയണം. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. ക്ലിയർ. ഡോക്ടർ വിനോദ്, ഒരു ചോദ്യം ചാറ്റിലുണ്ട്. നന്ദുവിന്റെ ചോദ്യമാണ്. Could you please, otherwise I can read it. ഞാൻ വായിക്കാം. Could you please explain the ideal sequencing technology to diagnose the cancer? Thank you. Chat lo another question. Yeah, so there is nothing called an ideal sequencing technology, because sequencing technology is also changing very rapidly. Of course, I can take an entire class on what sequencing technologies are, but the basic premise is that it is immaterial what sequencing technology you use, as long as the requirements are met. So there are multiple conflicting methodologies to sequence. Like the same way, when you go and get a blood glucose testing, there are multiple different methods you can arrive at a blood glucose testing. But that should not really worry you, because when you go to a path lab and do a blood glucose testing, you get a report for blood glucose testing, and that is based on some validation that people have done for that particular test, right? So genomics has also reached that point where when a test is being done, it is not really
material what sequencing technology used, as long as the validations have been done, and then the report is issued. So don't worry about a perfect sequencing technology. None exist. There are many sequencing technologies, and all of them are useful. ഒരു ചോദ്യം കൂടി ചാറ്റിൽ വന്നിട്ടുണ്ട്. ബയോഇൻഫർമാറ്റിക്സ് എങ്ങനെയാണ് ജീനോമിക്സ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്? ആ ചോദ്യത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല, എന്നാലും ബയോഇൻഫർമാറ്റിക്സ് എങ്ങനെയാണ് ജീനോമിക്സ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. How does bioinformatics work with genomics? That's a question. It is from B.S. Lal. Yeah, so all of genomics is essentially bioinformatics. Karanam, the sequence is anyway churned out by the machine. Not to say that it's automated, but there's still, you need still people to make that work. But the sequencing is essentially done by a machine, and what you get is digital data. And all you do with this digital data is to essentially figure out what is the evidence that can be applied that will help that particular individual. And this is essentially all of bioinformatics, right? Which requires computers, which requires programming, which requires algorithms, which require database systems to handle it and mine it very efficiently. So practically speaking, genomics in many ways equal to bioinformatics. Hi, good evening. I have a question. My name is Narayanan from Delhi. You explained about the diagnosis part of it. So, is it possible to use the same technique, gene editing, for treatment as well? If yes, I mean, how frequently it is being used? Okay. Now, gene editing is something that has become very famous recently, and one of the techniques of gene editing is what has resulted in what we today call as CAR-T therapy. Now, in CAR-T therapy, what we essentially do is we change a receptor in the T cells. So you can actually take T cells from your body, from the bone marrow, the precursor T cells. You can actually, the stem cells from your body. You can change a particular gene, which will now very specifically recognize cancer cells. And once you have changed this receptor, you can actually make a very specific T cell which will go and identify cancer cells in your body and kill it. Now, this is probably one of the best examples for genome editing in cancer, right? You don't need to change your genome. You can take a cell, change the particular receptor gene, and put it back into your body, because your body will receive it as it is. And now these cells are targeted to a particular cancer. And therefore, this has been widely now coming up in therapy. There are few Indian companies who have developed CAR-T therapies and are in clinical. I just want to add one more to this question. Just a doubt, like you said, the millions of genes are there. Like each cell has got gene, and you are just editing a gene in one cell and putting it back. So how does that change the entire gene in our human body? It doesn't. So in CAR-T therapy, it doesn't change all the T cells. It only makes a subset of T cells very specific, dedicated to act upon cancer. The rest of the T cells are as normal as before. Okay, thank you. ചോദ്യം ചോദിക്കണം. Sure. സാർ, ഈ ജെനോമിക്സ്, ജെനോം സീക്വൻസിങ്ങില് ഈ ക്യാൻസറിന് ഡിസ്പോസ്ഡ് ആയിട്ടുള്ള കേസസിലാണ് ഡിറ്റക്ഷൻ പോസിബിൾ ആയിട്ടുള്ളത്. പക്ഷെ അതും ഇപ്പൊ നമ്മള് പേഷ്യൻസിനെ സീക്വൻസിങ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഒവേറിയൻ ക്യാൻസർ ആണ്, ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ 1 in 5 ആണ് അങ്ങനെ ഡിസ്പോസ്ഡ് ആയിട്ട് വരുന്നത്. ബാക്കിയുള്ളവർക്ക് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടല്ലേ വരും. അപ്പൊ അവിടെ ജെനോമിക്സിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഓക്കെ, മറ്റു കാരണങ്ങളിൽ ചെയ്യാൻ പറ്റുമോ? ഡ്രഗ് റെസിസ്റ്റൻസ് അതുപോലെയുള്ള മറ്റു പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആദ്യത്തെ സ്ക്രീനിങ്ങിൽ ഡിസ്പോസ്ഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണം ഉണ്ടോ ഈ genomics in them? Right. So I can give you numbers. So if you sequence 100 people, right, you will find at least 2 to 3 people who have a cancer predisposition. Okay. Now, idinatham baki 97 aalukalkku cancer verilla annalla. They can also get cancer because of
as I said, variety of other factors, cell divisions, mutations getting accumulated, etc., etc. But for these 3 people, you know that they have a fairly large chance of getting cancer. Not just that, their entire family can now be screened, and their positivity is 1 in 2 or 50%. Okay. Right? So the real idea is not to screen everybody, but to identify people at very high risk and put all your efforts to screen them very effectively so that they can get an early diagnosis. Okay. The rest of the Predisposed people- ആണെങ്കിൽ ഗുണം ചെയ്യും, പക്ഷെ അത് ഒരു ചെറിയ ശതമാനം ആൾക്കാരെ അങ്ങനെ ഉള്ളൂ. ബാക്കിയുള്ളത് സ്പോണ്ടേനിയസ് റീസൺസിലാണ് ഉണ്ടാകുന്നത്, അല്ലേ? or we don't know the genetic predisposition for them yet. Okay. Okay, thank you. ഒന്ന് സംസാരിച്ചോട്ടെ. Hi, Dr. Alex. ഞാൻ പ്രസാദ് അലക്സ്. ഞാൻ സംശയമൊന്നുമില്ല. അത് ഞാൻ പറയണ കാര്യം എന്താ വെച്ചാല് ഡോക്ടർ വിനോദ് ടോക്ക് ഏതാണ്ട് പൂർണ്ണമായും മലയാളത്തിലായിരുന്നു. ഡിസ്കഷൻ വന്നപ്പോൾ കുറച്ച് ഇംഗ്ലീഷിലായി. ഞാൻ ഈ സയൻസ് കമ്മ്യൂണിക്കേഷൻ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് വലിയ ചർച്ചയാണ് ഇത്. നമ്മൾ സയൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഭാഷ ഏതായിരിക്കണം, ലാംഗ്വേജ് മാതൃഭാഷ വേണോ, എങ്കിലേ ഈ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയൂ, മനസ്സിലാക്കാൻ കഴിയൂ എന്നൊക്കെ. പക്ഷെ ഈ ഭാഷയെക്കുറിച്ചുള്ള ഒരു സന്ദേഹവുമില്ലാതെ മലയാളത്തിലാണ് ടോക്ക്. ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിച്ചിരുന്നു. സെൽ ഡിവിഷൻ എന്ന് പറയുന്നു. കാരണം ഇപ്പൊ ആർക്കും മനസ്സിലാകുന്നത് കോശ വിഭജനത്തെക്കാൾ സെൽ ഡിവിഷൻ ആണ്. അതൊക്കെ പറഞ്ഞ് വളരെ ഭംഗിയായി ആ ടോക്ക്. ഈ ഭാഷയെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് അർത്ഥമില്ലെന്ന്. ക്ലാരിറ്റി ഓഫ് തോട്ട് ആൻഡ് ലൂസിഡിറ്റി ഓഫ് ഐഡിയാസ്, അതാണ് പ്രധാനമെന്നും വിനോദിന്റെ ടോക്കിൽ നിന്ന് മനസ്സിലായി. താങ്ക് യു വെരി മച്ച്. Thank you very much. Wonderful talk. Thank you. Clarity of thought is most important thing, I think. ഇനിയും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ 1-2 പേര് കൈ പൊക്കിയിരുന്നു, പിന്നീട് അവർ ചോദിച്ചില്ല. നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാറായെന്ന് തോന്നുന്നു. Just one, if nobody is asking, I would like to ask a question. Like you said that prices have come down drastically in the recent years. So how soon we can expect that can be done in path labs and other places with $100 or maybe $150? അല്ലെങ്കിൽ 1,500 രൂപയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം വളരെ സൂൺ ആയിട്ട് ഉണ്ടാവുമോ? $150 will happen in few years from now, right? And 1,000 rupees will probably happen within our lifetimes. Okay. ഡോക്ടർ വിനോദ്, ഇപ്പൊ തന്നെ ഒരു സ്കാനിങ് എന്ന് പറയുന്നത് 18,000 to 25,000 അല്ലേ ഈ പെറ്റ് സ്കാൻ ഒക്കെ? അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു 10,000-ന്റെ റേഞ്ചിലല്ലേ ഉള്ളൂ. അപ്പൊ പെറ്റ് സ്കാനായിട്ട് ഇതിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? So eventually, if you really compare, not even PET scans, CT scans, right? Today, the cost of a whole genome sequencing is pretty much comparable to what you have for a whole body CT scan. Yes. Right? It produces almost the same amount of data, right? But the only problem is that a lot more clinicians need to understand how to analyze and interpret them. Right? CT scans today, people can analyze and interpret them very effectively, and therefore people use it. Genomics have not reached that point where clinicians can understand them. It is not just about cost. Right? Cost is already comparable. Okay. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഈ ജിനോമിക്സിനെ കുറിച്ച് ഡോക്ടേഴ്സിന് പേഷ്യൻസിനും ഇപ്പോൾ ധാരണകൾ കുറവാണെന്നാണ് നമുക്ക് ഇന്നത്തെ ഡിസ്കഷനിൽ മനസ്സിലായത്. ഡോക്ടർ വിനോദിന്റെ മനസ്സിൽ എങ്ങനെ ആയിരിക്കണം കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ, മാസമായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന പല സോഷ്യൽ മീഡിയ ഉപയോഗിച്ചും നമുക്ക് എന്തായിരിക്കണം അതിന് ചെയ്യാൻ സാധിക്കുക? നമുക്ക് കൂടുതൽ എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? അതിൻ്റെ ഒരു ഹിന്റ് പറയുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. Yeah, so awareness ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം തന്നെയാണ്. അതിന് കാരണമുണ്ട്. വി ഷുഡ് നോട്ട് റിയലി ബ്ലെയിം പീപ്പിൾ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ജിനോമിക് ടെക്നോളജി ആൻഡ് ആപ്ലിക്കേഷൻ ഇസ് largely just 20 years old compared to CT scans, which is today 50 years old.
right? So most of this evidence and most of this technology came in just in the last, I would say, 5 to 6 years. So given our way the medical system is organized, the teaching is organized, course is organized, curriculum is organized, it is very expected that we are not really on the cutting edge of education either. Right? So even if I say the most recent oncologist would not know what was the guideline yesterday, right? Genomics is part of the many guidelines now. Like, for example, brain tumors, you cannot do brain tumor without doing genomics. But clinicians are not really aware about it because nobody was there to teach them, on one. And second, there is no textbook available to learn this information because it's all in publications, right? Nobody has started writing textbooks, right? Because it's only 5 years old. So it is very important that now we have alternate ways and channels to educate clinicians. And this is one course, I think it's all visible for you. Now, this is a course where we decided that we are going to teach oncologists over 12 weeks what is genomics all about and how can they use genomics in the clinic, right? Very basic course. It's on an app. It is free of cost and can also be taken by other people, students, laymen also, to understand what this is all about. And this is free of cost. It is going to be delivered on a very custom app. So yeah, so to change things, I think there are two things that need to change. One, of course, clinicians need to be educated, but that is possible. The more important thing is to now have the general public, which includes students, right, also understand that this is going to be a very emerging field and be able to contribute very effectively to that. I said, right, it's not about a question about sequencing anymore. It's also a question about how can we really put this evidence back into a very, what you call, machine understandable format that machines can use to interpret human genomes. Because it is almost impossible to have humans interpret genomes anymore because nobody can read through 3.7 billion alphabets. Only computers can. But provided computers are instructed to do that. Now, who will provide these instructions? You need to have evidence categorized in a very systematic format. So we need to have people, at least in the life sciences biotechnology space, in very, very large numbers, tens of thousands, if not hundreds of thousands of people, who can now understand this evidence, categorize this evidence, and make it machine readable so that genomes can analyze it. Because when you start sequencing tens of hundreds of genomes, which is happening now, right, you need computers to be able to do that analysis. And computers require this evidence. ഹലോ സാർ. സാർ കേൾക്കാം. ഞാൻ ഒരു അവസാനമായ ഒരു ചോദ്യം, അതായത് ഇപ്പൊ ഈ ജീനോമിക് സീക്വൻസ് ആൻഡ് ജെനറ്റിക് എഡിറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് വരുന്നു. അതിനകത്ത് വളരെ ശക്തമായ പരീക്ഷണങ്ങൾ നടക്കുന്നു. സാറ് അത് വളരെയധികം മനസ്സിലാക്കിയിരിക്കുന്ന ഈ അവസ്ഥയിൽ അഡ്വാൻറ്റേജസ് പറഞ്ഞു. ഇനി ഭാവിയിൽ വരാൻ സാധ്യതയുള്ള അപകടങ്ങൾ ഇതുമൂലം ഉണ്ടാകുന്ന ഇതിന്റെ പഠനം മറ്റുള്ളവർ എങ്ങനെ എടുക്കുന്നതനുസരിച്ചാണല്ലോ അതിന്റെ ഗുണവും ദോഷവും വരുന്നത്. ഒരു സൈഫൈ സ്റ്റൈലിൽ, ഒരു സയൻസ് ഫിക്ഷൻ സ്റ്റൈലിലൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ളവരെ പെട്ടെന്ന് ഇത് പറഞ്ഞ് മനസ്സിലാക്കുന്നതിൽ, അല്ലെങ്കിൽ ഇതിന്റെ ഗുണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനെ കൂടുതൽ എപ്പോഴും ആൾക്കാർ ഈ എന്താ പറയാ, ഇത്തരത്തിലുള്ള ചിന്തകൾ കൊണ്ട് ഒരുപാട് കാട് കയറി ചിന്തിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഇത് ഇത്രയും പഠിച്ച സ്ഥിതിക്ക്, അല്ലെ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇതിന് വരാൻ സാധ്യതയുള്ള ഇത്തരത്തിലുള്ള സൈഫൈ എന്നാണ് ചോദിക്കുന്നത്, സയൻസ് ഫിക്ഷണൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ് നിങ്ങൾ മുൻകൂട്ടി കാണുന്നത്? See, every technology has problems, right? The same technology that can do surgery, like a surgical knife, right, is a very sharp instrument. You can do surgery to save somebody. You can also use the same surgical knife to kill somebody, right? That is something that we need to always keep in mind, that technology by itself is not good or bad. The people using technology can be good or bad, or the intentions of people using technology could be good or bad. Now, genomics also has some bad things. The first bad thing I also sort of suggested, that what if insurance can today access your genome and can deny you insurance to say that, okay, you have a BRCA1 mutation, so therefore you will not give you insurance. We need to have methods to prevent that, right? So all technology, when they evolve, you also need to have the legislation to ensure that they are used properly, right? It has nothing to do with technology, right? Technology is agnostic.
but the legislation is what enables the right use of technology and prevents the misuse of it. So unless we have legislations put in place, we will not be able to advance. That is indeed the fact. And to get legislation, you need to have politicians understand this, right? Or rather, politicians understand the implications of what it is all about. So until we have politicians who are able to understand this and able to understand the implications of it, and to also put in legislation to prevent the misuse of it, we will always have misuse of technology. And that is for certain. സർ, അത് ഓക്കെയാണ്. ഞാൻ പറഞ്ഞ അതല്ല, ഈ വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ മുൻകൂട്ടി കാണുന്ന ഇന്ന കാര്യങ്ങളൊക്കെയാണ് വരാൻ സാധ്യതയുള്ളതെന്ന് പറയാൻ പ്രത്യേകിച്ച് കൈയോടെ ചെയ്യണം. പർട്ടിക്കുലർലി ഈ രീതിയിൽ ഉള്ള പ്രോബ്ലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. Yeah, so of course, when genome editing becomes very effectively, I mean, instead of CAR-T cell, you can create a cell to kill yourself, right? But then the question is, do you need to make that? There are easier ways of killing somebody, right? Right? So there are problems, and there are enormous number of problems with every technology, right? So we should not really be worried about that, is my point. Because technology by itself is not good or bad. It's only the intentions of people who are using it is going to be good or bad. So നമ്മൾ ഒരു പുതിയ ടെക്നോളജി വന്നാൽ people will misuse it എന്ന് പറഞ്ഞ് we should not keep ourselves out. I mean, that is true with every technology. Okay, sir. Thank you. We should embrace it the earliest. As long as we can embrace it the earliest, we can understand it better and we can use it better. നന്ദി ഡോക്ടർ വിനോദ് സ്കറിയ. പ്രഭാഷണം ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് പ്ലീസ്. ആരോ ഹാൻഡ് റൈസോ ഇല്ലെന്ന് കരുതുന്നു. വളരെ നന്നായി അവതരിപ്പിച്ചു. ഡോക്ടർ പ്രസാദ് പറഞ്ഞതുപോലെ ഈ പ്രഭാഷണത്തിന്റെ ഔന്നിത്യം നിലനിൽക്കുന്നത് ഏറ്റവും കോംപ്ലക്സ് ആയ കാര്യങ്ങളെ ഏറ്റവും ലളിതമായ രീതിയിൽ പറയുക എന്നുള്ളത് തന്നെയാണ്. ഒരു ശാസ്ത്രജ്ഞന്റെ കടമ അത് തന്നെയാണ്. ഏറ്റവും കോംപ്ലക്സ് ആയ ജിനോമിക്സിനെ ഏറ്റവും ലളിതമായി മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിച്ചു എന്നുള്ള. അതുകൊണ്ട് തന്നെ സയൻസ് പീപ്പിളിന്റെ ഈ ഒരു ഉദ്യമത്തിൽ കൂടുതൽ പ്രഭാഷണങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യാണ്. ഒരു കാര്യം കൂടി സയൻസ് പീപ്പിളും ഏറ്റെടുക്കേണ്ടതുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ ആ പ്രൊപ്പഗാൻഡ, അതായത് ജീനോമിക്സിനെ കുറിച്ചുള്ള ഒരു ക്രൗഡ് സോഴ്സ് മൊബിലൈസേഷൻ. കാരണം നമുക്കിപ്പോൾ 12,500 വാട്സപ്പ് ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ഉണ്ട്. കേരളം മാത്രമല്ല, കേരളത്തിന് പുറത്തുമുണ്ട്. അപ്പം എത്രമാത്രം ജീനോമിക്സും ക്യാൻസറുമായി കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് വളരെ ചൈൽഡ്ഹുഡിൽ തന്നെ ആളുകൾക്ക് മനസ്സിലാവുന്ന പ്രോഗ്രാംസ് സയൻസ് പീപ്പിൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള എല്ലാ സപ്പോർട്ടും നമുക്ക് പല ആംഗിളിൽ നിന്നും ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദി പറയാൻ മിസ്റ്റർ ഫ്രാൻസിസിനെ ക്ഷണിച്ച് ഒരു ഫോർമൽ നന്ദിയോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. ഇതിന്റെ ആവശ്യമൊന്നുമില്ല. നല്ലൊരു പ്രോഗ്രാം എന്ന നിലയ്ക്ക് ഫ്രാൻസിസ്, പ്ലീസ്. It was a great speech, very simple, crystal clear, and it was very useful. So ഇത്രയും നല്ല ഒരു പ്രഭാഷണം ഇവിടെ നടത്തി. ഇന്നത്തെ ഈവനിങ്ങും വളരെ enlightening ആയിരുന്നു. Very interesting discussions. So thank you, Dr. Vinod Scaria, for your precious time and effort, and for thanks in the name of science people. അതുപോലെ തന്നെ ഈ പ്രഭാഷണം മോഡറേറ്റ് ചെയ്ത് ഡോക്ടർ വിനോദ് സ്കറിയെ പരിചയപ്പെടുത്തി വിഷയം അവതരിപ്പിച്ച് ഈ ചർച്ച നയിച്ച ഡോക്ടർ ജലീലിനും സയൻസ് പീപ്പിളിന്റെ പേരിൽ നന്ദി പറയുന്നു. അതുപോലെ ഇവിടെ പ്രഭാഷണം കേൾക്കാനെത്തിയ, ചോദ്യങ്ങൾ ചോദിച്ച, ഡിസ്കഷൻ വളരെ ലൈവ്ലി ആക്കിയ എല്ലാ പ്രേക്ഷകർക്കും സയൻസ് പീപ്പിളിന്റെ പേരിൽ പ്രത്യേകം നന്ദി. താങ്ക് യു. ഇപ്പോൾ recording stop ചെയ്യുന്നു. Thank you very much. Thank you.